റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യിന വസ്സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 15ാമത്തെ ക്ലാസ്സാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഖുർആൻ വിമർശിക്കുവാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും എവിടെ നിന്നും എങ്കിലും ഒന്നോ രണ്ടോ പരിഭാഷകൾ മാത്രം വാങ്ങുകയും അത് വായിച്ചു നോക്കുകയും ചെയ്തതിനു ശേഷം പരിശുദ്ധ ഖുർആനിൻ്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുവാനും ഖുർആനിനെ വിമർശിക്കുവാനും ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയാകുന്ന അറബി ഭാഷ എന്താണ്? അറബി ഭാഷ, അറബി ഭാഷയുടെ സാഹിത്യം എന്താണ്? വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ അറബി സാഹിത്യകാരന്മാരും അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ കവിതകളിലും ഉപയോഗിച്ച പ്രയോഗങ്ങളാണോ എന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് അറബി ഭാഷയെ സംബന്ധിച്ച്, അറബി ഭാഷയുടെ വ്യാകരണ ശാസ്ത്രത്തിനെ സംബന്ധിച്ച്, അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങളും എന്തെല്ലാം അർത്ഥത്തിനു വേണ്ടി ഏതെല്ലാം രീതിയിലാണ് അറബി സാഹിത്യകാരന്മാരും അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ കവിതകളിലും അവരുടെ പഴമൊഴികളിലും ഉപയോഗിച്ചിരുന്നു എന്ന് നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ കാലോചിതമാണ്, വിശുദ്ധ ഖുർആൻ നാഗരികതയാണ്, വിശുദ്ധ ഖുർആൻ മാനവികതയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു വൈരുദ്ധ്യവുമില്ല. ഈ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ വിവിധങ്ങളായ ശൈലികളുണ്ട്. അറബികളുടെ ശൈലിയാണ്. ഉദാഹരണം നമുക്ക് പരിശോധിച്ചു നോക്കാം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ ആദരിക്കുന്ന വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫലാ തഖുൽ ലഹുമാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത്, ഉഫ്ഫിൻ, മാറി നിൽക്കിൻ, മാറി നിൽക്കിൻ എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. ഈ ഉഫ്ഫിൻ എന്ന പദത്തിൽ നിന്നും ഇതിൻ്റെ മൻദൂഖ് എന്താണ്, ഇതിൻ്റെ മഫ്ഹൂം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ അറബി ഭാഷ എടുത്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഖുർആൻ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ കൂടി സ്വഹാബത്തെ പ്രകാരമാണ് മനസ്സിലാക്കിയത്. ആ സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഇമാമിങ്ങളെ പ്രകാരമാണ് ഖുർആനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. അതല്ലാതെ സാരാർത്ഥം മാത്രം വിവരിക്കുന്ന പരിഭാഷയല്ല വിശുദ്ധ ഖുർആൻ എന്ന് പ്രിയമുള്ള സഹോദരങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഖുർആനിൻ്റെ ശൈലിയെ സംബന്ധിച്ച് നാം ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഉപയോഗങ്ങളും അന്നത്തെ സാഹിത്യകാരന്മാരുടെ കവിതകളുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന മറഞ്ഞതായ അത്ഭുതകരമായ അമാനുഷികത എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, അറബി ഭാഷയുടെ പ്രയോഗമാണ് മൻതൂഖ്, മഫ്ഹൂം എന്ന് രണ്ട് പ്രയോഗമുണ്ട്. ഇവിടെ മൻതൂഖ് എന്ന് പറഞ്ഞാൽ മൻതൂഖ് എന്ന് പറഞ്ഞാൽ ഒരു പദം അത് ഉച്ചരിച്ച സമയത്തിൽ ലഭിക്കുന്നതായ ആശയം. അതേതുപോലെ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന സ്ഥലത്ത് നിന്നും മാറി നിൽക്കിൻ എന്ന് മാതാപിതാക്കളോട് പറയൽ നിഷിദ്ധമാണ്. ഈ പറഞ്ഞതായ മൻതൂഖിനോടൊപ്പം തന്നെ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദത്തിന്
ഈ ഉഫിൻ എന്ന പദത്തിന് മന്ദൂക്കുണ്ട്, മഫ്ഹൂമുണ്ട്. മന്ദൂക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചാരണ സമയത്ത് വെളിവായതായ അർത്ഥം. ആ ഉച്ചാരണ സമയത്ത് നിന്നും ഉച്ചരിച്ചതായ ഭാഗത്തിൽ കൂടെ ഈ പദം അറിയിച്ചതായ ആശയത്തിന് മന്ദൂക്ക് എന്ന് പറയും. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് മാറി നിൽക്കീൻ എന്ന് പറയരുത്. ഇതിൽ നിന്നും മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല, മാതാപിതാക്കളെ അടിക്കാൻ പാടില്ല എന്ന ആശയം എങ്ങനെ കണ്ടെത്താൻ കഴിയും? നമുക്ക് തുടർന്ന് വരാം. ഒരു പദം, ആ പദത്തിന് മന്ദൂക്ക് എന്ന് പറയും. ഈ മന്ദൂക്ക് തന്നെ മഹാന്മാരായ അറബി വ്യാകരണ പണ്ഡിതന്മാര് മന്ദൂക്കുകളുടെ കൂട്ടത്തിൽ നസ്വായ പദമുണ്ട്, ലാഹിറായ പദമുണ്ട്, മുജ്മലായ പദമുണ്ട്. ഒരു പദം, ആ പദം ഉച്ചരിക്കുന്ന സമയത്ത് ആ ഉച്ചാരണത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന ആശയം നസ്വായ ആശയമുണ്ടാകും. എന്തേ നസ്വായ ആശയം എന്ന് പറഞ്ഞാൽ ഇൻ അഫാദ മഅനൻ ലാ യഹ്തമിലു ലിഗൈരിഹി, ഒരേ ഒരർത്ഥത്തിന് മാത്രം സാധ്യതയുള്ള രണ്ടാമതൊരർത്ഥത്തിന്റെ മേൽ അറിയിക്കാത്തത്. ഏതുപോലെ ക സൈദിൻ, വിശുദ്ധ ഖുർആനിൽ സൈദ് എന്ന പദമുണ്ട്. ആ സൈദ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമകനാകുന്ന സൈദ് എന്നല്ലാതെ മറ്റൊരർത്ഥത്തിന്റെ മേൽ അറിയിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പദമുണ്ട്. ആ മുഹമ്മദ് എന്ന പദമാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ മേലല്ലാതെ മറ്റൊന്നിന്റെ മേലും അറിയിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതായ റബ്ബ് അത് ഖുറൈശികളുടെ അല്ലാഹു അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ പഠിപ്പിച്ചതായ അല്ലാഹുവാണ്. ഈ അല്ലാഹു ആരാധനയ്ക്കർഹനായ ഏക ഇലാഹാകുന്നു. ഇവിടെ അല്ലാഹു എന്ന പദം, മുഹമ്മദ് എന്ന പദം, സൈദ് എന്ന പദം അത് നസ്സാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ മന്ദൂക്കായ പദങ്ങളുണ്ട്. ആ മന്ദൂക്കിനെ തന്നെ നമുക്ക് നസ്സായിട്ട് വിഭജിക്കാം. നസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരർത്ഥത്തിന്റെ മേൽ മാത്രം അറിയിക്കുന്നത്, രണ്ടാമതൊരർത്ഥത്തിന് സാധ്യതയില്ലാത്തത് നസ്സായ പദങ്ങളുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ പദങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കുറെ പദങ്ങൾ നസ്സായിരിക്കും, ഒരേ ഒരർത്ഥത്തിന്റെ മേൽ മാത്രം അറിയിക്കുന്നത്, രണ്ടാമതൊരർത്ഥത്തിന്റെ മേൽ സാധ്യതയില്ലാത്തത്. രണ്ടാമതായിട്ട് ലാഹിറായ പദങ്ങൾ ഖുർആനിലുണ്ട്. ഇനഹ്തമല മഅനൻ മർജൂഹൻ, രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ട്. ഒന്ന് മുൻതൂക്കം ലഭിച്ചതായ അർത്ഥം, രണ്ടാമത്തത് പിന്തള്ളപ്പെട്ടതായ അർത്ഥം. അങ്ങനെ രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ടാവുകയും ഒന്നാമത്തെ അർത്ഥം റാജിഹായിരിക്കും, രണ്ടാമത്തെ അർത്ഥം മർജൂഹായിരിക്കും. റാജിഹ് എന്ന് പറഞ്ഞാൽ മുൻതൂക്കമുള്ളതും മർജൂഹ് എന്ന് പറഞ്ഞാൽ പിന്തള്ളപ്പെട്ടതായ രണ്ടർത്ഥത്തിന് സാധ്യതയുള്ളതായ പദങ്ങൾക്ക് ലാഹിറായ പദങ്ങളുണ്ടാകും എന്ന് പറയും. ഉദാഹരണം, അസദ് എന്ന പദം ഉപയോഗിച്ച്, അസദ് എന്ന് പറഞ്ഞാൽ 4 കാലും വാലുമുള്ളതായ ജീവിക്ക് സിംഹത്തിന് അസദ് എന്ന് പറയും. യോദ്ധാവായ റജുൽ ശുജാഇനും അസദ് എന്ന് പറയും. അപ്പോൾ അസദ് എന്ന പദം ഉപയോഗിക്കുമ്പോഴും സൈദ് എന്ന പദം ഉപയോഗിക്കുമ്പോഴും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈദുൻ എന്ന പദം അലമാണ്, അതൊരു പേരാണ്. അത് ഒരു ദാത്തിന്റെ മേൽ മാത്രമേ അറിയിക്കുകയുള്ളൂ, മറ്റൊന്നിന്റെ സാധ്യതയില്ല. നേരെ മറിച്ച് അസദ് എന്ന പദമാകുന്നത്, ആ പദം രണ്ടും ഇസ്മാകലോടുകൂടി തന്നെ അസദ് എന്നുള്ളത് ലാഹിറാണ്. അത് ഹയവാനുൽ മുഫ്തരിസ്, 4 കാലും വാലും ഉള്ളതായ സിംഹത്തിന് അസദ് എന്ന് പറയും. നേരെ മറിച്ച് സിംഹത്തിനെ പോലെ ധൈര്യമുള്ളതായ 2 കാലും 2 കൈയും ഉള്ളതായ ഒരു പോരാളിക്കും അസദ് എന്ന് പറയും. ഈ രണ്ടർത്ഥവും ഈ പദത്തിന് സാധ്യതയുള്ളതാണ്. സൗഖുൽ കലാം അനുസരിച്ച്, സൗഖുൽ കലാം എന്ന് പറഞ്ഞാൽ മുമ്പും ശേഷവും പരിശോധിച്ചുകൊണ്ട് ഓരോ പദത്തിനും ലാഹിറായ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഉപയോഗിച്ചതായ ലാഹിറായ പദം പരിഭാഷപ്പെടുത്തുമ്പോൾ ഇത് ലാഹിറാണെന്ന് എഴുതി വയ്ക്കാൻ പറ്റുകയില്ല. ഈ ലാഹിറായ പദത്തിന്റെ സൗഖുൽ കലാം, ഈ സംസാരത്തിന്റെ ലാഹിറായ പദത്തിന്റെ മുമ്പെന്താണ് പറഞ്ഞത്, ശേഷം എന്താണ് പറഞ്ഞത്, സൗഖുൽ കലാമും കരീനത്തും പരിശോധിക്കുമ്പോൾ ഈ പദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മന്ദൂക്കായ പദങ്ങളുടെ കൂട്ടത്തിൽ നസ്സായ പദമുണ്ട്.
ഒരർത്ഥത്തിൻ്റെ മേൽ മാത്രം അറിയിക്കുന്നത് ലാഹിറായ പദമുണ്ട്. ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരർത്ഥത്തിന് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ മുജ്മലായ പദമുണ്ട്. അമ്മൽ മുഹത്തമലിൽ മഅനൻ മുസാബിൻ ലിൽ ആഖിരി, ഒന്നുപോലെ ഒന്നിൽ കൂടുതൽ മാനയുടെ മേൽ അറിയിക്കുന്നു. ഒന്നിന് മുൻതൂക്കവും മറ്റൊന്നിനെ പിന്തള്ളപ്പെടാത്തതായ രൂപം. ഉദാഹരണം, ജൗൻ എന്ന പദം എടുത്തു നോക്കുക. അറബി ഭാഷയിൽ ജൗൻ എന്ന പദമാകുന്നത് അസ്വദ്, കറുത്തതിന് ജൗൻ എന്ന് പറയുന്നു. അബിയലിനും എന്താണ് ജൗൻ എന്ന് പറയുന്നു. കർ എന്ന പദം ശുദ്ധിക്ക് ഖുർ എന്ന് പറയും, കർ എന്ന് പറയും. അതോടൊപ്പം തന്നെ ഹൈല് ആർത്തവത്തിനും കർ എന്നും ഖുർ എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു പദം ഒന്നിൽ കൂടുതൽ അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നു. ആ രണ്ടർത്ഥവുമാകുന്നത് സമമായിരിക്കുന്നു. ഒന്നിന് മുൻതൂക്കം ലഭിക്കുകയോ മറ്റൊന്നിനെ പിന്തള്ളപ്പെടുകയോ ചെയ്യുന്നില്ല. ആ പദത്തിന് മുജ്മലായ പദം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന മൻദൂക്കെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ആ മൻദൂക്കിന്റെ കൂട്ടത്തിൽ നസ്സായ പദങ്ങളുണ്ട്, മൻദൂക്കിന്റെ കൂട്ടത്തിൽ ലാഹിറായ പദങ്ങളുണ്ട്, മൻദൂക്കിന്റെ കൂട്ടത്തിൽ മുജ്മലായ പദങ്ങളുണ്ട്. ഈ പറഞ്ഞതായ രൂപത്തിൽ ഓരോ പദങ്ങളും നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കിട്ടുന്നു. ഈ പ്രയോഗങ്ങളെല്ലാം അറബി വ്യാകരണ പ്രകാരം വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ സാഹിത്യകാരന്മാർ ഉപയോഗിച്ച ശൈലി മുഴുവനും വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ടാണ് അന്നത്തെ സാഹിത്യകാരന്മാരെല്ലാം വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അവർ മുട്ടുമടക്കേണ്ടി വന്നത്. നമുക്ക് ചില പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൂടി തന്നെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാ 87-ാമത്തെ ആയത്തിൽ കൂടി യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തുന്നു. അറബികൾ ഒരാളെ പേരുപയോഗിക്കുന്നതിനേക്കാൾ അവരെ എന്താക്കുന്നുണ്ട്, പേരല്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്നു. നമുക്ക് ഖുർആന്റെ ശൈലി നോക്കാം. വദന്നൂനി ഇദ് ദഹബ മുആലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വദന്നൂനി, ദന്നൂനിനെ നിങ്ങൾ ഓർക്കുക. ദന്നൂൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദന്നൂൻ എന്നുള്ളത് സ്വാഹിബ്, ഉടയവർ എന്ന മാനയ്ക്കാണ്. അന്നൂൻ, ഇവിടെ നൂൻ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹൂത്ത്, മത്സ്യത്തിന്റെ അർത്ഥത്തിനാണ്. അപ്പം വദന്നൂൻ, മത്സ്യം ഉടയവരെ നിങ്ങൾ അവരുടെ ചരിത്രം ഓർക്കുക. വദന്നൂൻ, മത്സ്യത്തിന്റെ ഉദരത്തിൽ താമസിച്ചവരുടെ ചരിത്രത്തിന് നിങ്ങൾ ഓർക്കുക. ഇദ്ദഹബ, അവർ പോയി, മുആലിബൻ, തന്റെ ജനതയോട് ദേഷ്യം പിടിച്ചുകൊണ്ട് പുറപ്പെട്ട അവസരത്തിൽ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അവരെ നാം കുടുസാക്കാൻ കഴിയുകയില്ല, അവരെ നാം വിഷമിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഭാവിച്ചു. ഫനാദ, അവർ വിളിച്ചു, ഫില്ലുലുമാത്തി, മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുളിൽ വെച്ചുകൊണ്ട്, രാത്രിയുടെ ഇരുളിൽ വെച്ചുകൊണ്ട്, സമുദ്രത്തിന്റെ ആഴിയുടെ ഇരുളിൽ വെച്ചുകൊണ്ട്, ഇരുളുകളിൽ വെച്ചുകൊണ്ട്, പല ഇരുളുകളിലായിട്ട് അവർ വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇവിടെ ഞാൻ അർത്ഥം വിശദീകരിക്കുമ്പോൾ ഈ ആയത്ത് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ നൂൻ എന്ന പദത്തിന് ഹൂത്ത് എന്ന മാനയ്ക്കായിട്ട് ഉപയോഗിച്ചു. യഅനി ദന്നൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഹിബൽ ഹൂത്ത്, മത്സ്യം ഉടയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂനുസ് ബിൻ മത്തയുടെ പുത്രനായ യൂനുസ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ മത്തയുടെ പുത്രനാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ സ്വാഹിബുൽ ഹൂത്ത് എന്ന മാനയ്ക്ക്, അതായത് മത്സ്യം ഉടയവർ എന്ന മാനയ്ക്ക്, ആശയത്തിന് വദന്നൂൻ, നൂൻ ഉടയവർ എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ നൂൻ എന്ന പദം, കാഫ് ലാമ് മീമ് നൂൻ, അറബി പേരെടുത്ത് വിളിക്കുന്നതായ ഹിജായിയായ അക്ഷരങ്ങൾ, അലിഫിനെയും ലാം അലിഫിനെയും രണ്ടിനെയും ഒന്നായിട്ട് എണ്ണുന്ന അവസരത്തിൽ 28 അക്ഷരം.
ഹറക്കത്തുള്ളതായ അലിഫിന് ഹംസ എന്ന് പറയും, ഹംസയെയും ഹറക്കത്തിടാത്തതായ അലിഫിന് വെറും അലിഫ് എന്ന് പറയും. അങ്ങനെ ഹംസ വേറെയായിട്ടും ലാം അലിഫിന് വേറെയായിട്ടും എണ്ണുന്ന അവസരത്തിൽ അറബി വ്യാകരണപ്രകാരം, അറബി അതേ അക്ഷരപ്രകാരം ഹിജായിയായ പേരെടുത്ത് വിളിക്കുന്ന അക്ഷരങ്ങൾ 29 അക്ഷരമാണ്. ലാം അലിഫിനെയും കൂടി എണ്ണുമ്പോൾ ഈ 29 അക്ഷരങ്ങളിൽപ്പെട്ടതായ ഒരക്ഷരമാണ് നൂൻ. അപ്പോഴവിടെ കാഫ്, ലാമ്, മീമ്, നൂൻ, നൂൻ എന്ന ഒരക്ഷരമാണ്. ഈ നൂൻ എന്ന അക്ഷരം വിശുദ്ധ ഖുർആനിൽ വദന്നൂൻ, അവിടെ അന്നൂൻ എന്നതിന് ഹൂത്ത്, മത്സ്യം എന്ന അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ സൂറത്തുൽ അംബിയായിൽ 87-ാമത്തെ ആയത്തിൽ അന്നൂൻ എന്ന പദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചപ്പോൾ, ഇനി സൂറത്തുൽ ഖലമിലേക്ക് വരാം. സൂറത്തുൽ ഖലമിലേക്ക് വരുമ്പോൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, ഇവിടെ നൂൻ എന്ന പദത്തിന് എന്തർത്ഥം വയ്ക്കും? നൂൻ എന്ന പദത്തിന് സൂറത്തുൽ അംബിയായിൽ മത്സ്യം എന്ന അർത്ഥമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിച്ചത്. കാരണം നൂൻ ഉടയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യത്തിന്റെ ഉദരത്തിൽ താമസിച്ചതായ മത്തയുടെ പുത്രനാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ നൂൻ എന്ന പദത്തിന് മത്സ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുമ്പോൾ നൂൻ വൽ ഖലമി, പേനയും നൂനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അറബി പരിഭാഷ മാത്രം വായിക്കുന്നവർക്ക് ഈ പറഞ്ഞതായ വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ എന്താണുള്ളത്? നൂൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മത്സ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. മത്സ്യവും പേനയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് സംശയിപ്പിക്കും. അവിടെയാണ് പറഞ്ഞത് അറബി സാഹിത്യകാരന്മാര് അവരുടെ സാഹിത്യങ്ങളടങ്ങിയതായ കവിതകളിലും അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ ഉപമകളിലും നൂൻ ഏതെല്ലാം അർത്ഥത്തിന് ഉപയോഗിച്ചിരിക്കും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നൂൻ അദ്ദവാത്തി മഷിക്കുപ്പിയെ തന്നെയാണ് സത്യം. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകുന്ന റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നൂൻ എന്ന പദത്തിന് അദ്ദവാത്ത് മഷിക്കുപ്പി എന്ന അർത്ഥം നൽകുന്നു. അപ്പൊ നൂൻ, കാഫ്, ലാമ്, വാവ്, നൂൻ ഒരക്ഷരമായിട്ട് 29 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമായിട്ട് മീമിനെ പോലെ നൂനിനെ എണ്ണുന്നു. വേറൊരു സ്ഥലത്ത് അന്നൂൻ എന്ന് പറയുന്നതായ പദത്തിന് ഹൂത്ത്, മത്സ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. വേറൊരു സ്ഥലത്ത് നൂൻ വൽ ഖലമി എന്ന സ്ഥലത്ത് നൂൻ അതേ മഷിക്കുപ്പിയെ തന്നെയാണ് സത്യം, വൽ ഖലമി പേനയെ തന്നെയാണ് സത്യവും. പേനയും മഷിക്കുപ്പിയും തമ്മിൽ എന്തുണ്ട്? മുനാസബത്ത്, ബന്ധമുണ്ട്. വമാ യസ്തുറൂൻ, അവർ എഴുതുന്നതായ വരികളെ തന്നെയാണ് സത്യം. അപ്പോഴും മഷിക്കുപ്പി, പേന, ആ പേനയും മഷിക്കുപ്പിയും ഉപയോഗിക്കുന്ന എഴുത്തുകൾ തമ്മിൽ എത്രമാത്രമാണ് മുനാസബത്ത്. അപ്പോഴിനി നമുക്ക് മനസ്സിലാക്കാം നൂൻ എന്ന പദമാകുന്നത് അറബി വ്യാകരണ പ്രകാരം ഒരക്ഷരമായിട്ട് നൂൻ എന്ന ലഫ്ദിനെ ഉപയോഗിച്ചിരിക്കുന്നു. നൂൻ എന്ന പദത്തിന് മത്സ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. നൂൻ എന്ന പദത്തിന് ദവാത്തിന്റെ മാനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അറബി സാഹിത്യകാരന്മാരുടെ കവിതകൾ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും നൂനാനി നൂനാനിലം യക്തുബുഹുമാ ഖലമുൻ ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി നൂനാനി. അറബി വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളോട് ഉണർത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആനിന്റെ ഓരോ പദങ്ങളും അറബി സാഹിത്യകാരന്മാർ ഏറ്റവും വെല്ലുവിളിച്ചതായ കവിതകൾ, സാഹിത്യങ്ങളടങ്ങിയതായ കവിതകൾ ഉപയോഗിച്ചതായ ശൈലിയാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചപ്പോഴാണ് എല്ലാ ഗോത്രക്കാരും, എല്ലാ മനുഷ്യന്മാരും, എല്ലാ സാഹിത്യകാരന്മാരും വിവിധ ശൈലികളിലായിട്ട് ഉപയോഗിച്ച എല്ലാ പദങ്ങളും ഒരു കലാമിൽ, ഒരു ഖുർആനിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അവർക്ക് അത്ഭുതമായി മാറിയത്. ഇവിടെ തന്നെ നോക്കിയും നൂൻ, നൂൻ എന്ന പദം നാം കാഫ്, ലാമ്, മീമ്, നൂൻ 29 അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നൂൻ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ എഴുതുമ്പോൾ നഖ്തുബ്
നൂൻ എഴുതുന്നു. നൻസുറു നൂനുണ്ട്, നസ്വറ നൂനുണ്ട്. അപ്പൊ പദങ്ങൾ കൂട്ടി എഴുതുന്ന അവസരത്തിൽ പദങ്ങളുടെ ഒരു ഭാഗമായിട്ട് നൂനിനെ എഴുതുന്നു. അതോടൊപ്പം തന്നെ നൂൻ മത്സ്യം എന്ന അർത്ഥത്തിന് നൂനിനെ എഴുതുന്നു, ദവാത്തി എന്ന അർത്ഥത്തിന് നൂനിനെ എഴുതുന്നു. ഇത് മൂന്ന് ഉപയോഗവും വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ ഇതാ അറബി സാഹിത്യകാരന്മാര് പാടുന്നു. നൂനാനി നൂനാനിലം യക്തുബുഹുമാ ഖലമുൻ. നൂനാനി നൂനാൻ, രണ്ട് നൂനുകൾ. ലം യക്തുബുഹുമാ, ആ രണ്ട് നൂനിനെയും എഴുതുകയില്ല. കലമുൻ, കലമു കൊണ്ട് എഴുതുകയില്ല എന്ന് പറഞ്ഞാൽ നാം പദങ്ങൾ എഴുതുന്നതായ അവസരത്തിൽ പേന ഉപയോഗിച്ചുകൊണ്ട് നൻസുർ എന്നെഴുതുന്നു. നൻസുർ എന്ന സ്ഥലത്തുള്ളതായ നൂന് നമ്മൾ എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ജംഅ മുത്തക്കലിമിന്റെ നൂനിനെ എഴുതുന്നു. നസ്വറ എന്ന സ്ഥലത്ത് ആ പദത്തിന്റെ ഫാഫിലായിട്ട് നൂനിനെ എഴുതുന്നു. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായ ഒരു നൂന് നൂൻ. ഈ നൂൻ എന്നുള്ള സ്ഥലത്ത് രണ്ട് നൂനുണ്ട്. അപ്പൊ നൂനാനി നൂനാനി, രണ്ടർത്ഥത്തിനുള്ളതായ രണ്ട് നൂനുകൾ, രണ്ടർത്ഥത്തിനുള്ളതായ രണ്ട് നൂനുകൾ. ഹൂത്ത് എന്ന അർത്ഥത്തിനുള്ളതായ രണ്ട് നൂന്, അതോടൊപ്പം തന്നെ ദവാത്ത് എന്ന അർത്ഥത്തിനുള്ള രണ്ട് നൂന്. ലം യക്തുബുഹുമാ, ആ രണ്ടർത്ഥത്തിനുള്ളതായ നൂനിനെ എഴുതുന്നില്ല. കലമുൻ, പേന കൊണ്ട് പദങ്ങളുടെ അർത്ഥത്തിനായിട്ട് അത് രണ്ടിനെയും ഉപയോഗിക്കുന്നില്ല. ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി നൂനാനി, ഫീ കുല്ലി നൂനിൻ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓരോ നൂനിലുമുണ്ട്. നൂനൈനി എഴുതുന്ന അവസരത്തിൽ നൂൻ എന്ന് നാം ഒറ്റ നൂനിട്ടാണ് എഴുതുന്നത്. പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ നൂൻ, ഒരു നൂന്, ഒരു വാവ്, ഒരു നൂന്. അതാണ് പറയുന്നത് ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി, ഈ പറയപ്പെട്ട രണ്ട് നൂനിൽ നിന്നുള്ള എല്ലാ ഓരോ നൂനിലും ഉണ്ട് നൂനാന്, രണ്ട് നൂനുകളുണ്ട്. ഇത് അറബി സാഹിത്യകാരന്മാര് ഒരു കവി പാടിയതായ കവിതയാണ്. അപ്പൊ ഈ കവി പറയുന്നു നൂൻ എന്ന പദമാകുന്നത് മൂന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ഒന്ന് കലം കൊണ്ട് എഴുതുന്നതായ, പേന കൊണ്ട് എഴുതുന്നതായ പദങ്ങളുടെ കൂട്ടത്തിനായിട്ട് അക്ഷരമായിട്ട് കാഫ്, ലാമ്, മീം, നൂൻ, അങ്ങനെ 29 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായിട്ട് നൂൻ എന്ന പദത്തിനെ എഴുതുന്നു. അതോടൊപ്പം തന്നെ ദന്നൂൻ എന്ന് പറഞ്ഞിട്ടതാ ഹൂത്തിന്റെ മാനയ്ക്ക്, മത്സ്യത്തിന്റെ അർത്ഥത്തിന് നൂൻ എന്ന പദത്തിനെ എഴുതുന്നു. നൂൻ വൽ ഖലമി, നൂൻ എന്നത് ദവാത്ത് മശുക്കുപ്പി എന്ന അർത്ഥത്തിന് എഴുതുന്നു. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ നമുക്ക് ഓരോ പദങ്ങൾ മാത്രം മതിയാകും. നമുക്ക് മാത്രം എന്താണ് ഓരോ പദങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഇതിലടങ്ങിയിരിക്കുന്നതായ സാഹിത്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യർ ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തകന്മാരും ബുദ്ധിമാന്മാരും വിശുദ്ധ ഖുർആനിനെ സ്വീകരിച്ചുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഈ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അവസാന പ്രവാചകരാണെന്ന് അംഗീകരിക്കുകയും ആ നബിയുടെ നുബുവത്തോടുകൂടി മുൻകഴിഞ്ഞതായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതായ എല്ലാ ഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി കളഞ്ഞു എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാം ലഫ്ള്. ഈ ലഫ്ള് തന്നെ ഇപ്പോഴും മൻദൂഖായ ലഫ്ളുകളുടെ കൂട്ടത്തിൽ തന്നെ നാം എന്തൊക്കെ പഠിച്ചു? നസ്സായ പദമുണ്ട്, ലാഹിറായ പദമുണ്ട്, മുജ്മലായ പദമുണ്ട്. ഈ ലാഹിറായ പദവും മുജ്മലായ പദവും നസ്സായ പദങ്ങളും പരിശോധിച്ചു നോക്കിയാൽ മുറക്കബുൻ, അതിൽ മുറക്കബുണ്ട്, അതിൽ മുഫ്രദുണ്ട്. മുറക്കബ് എന്ന് പറഞ്ഞാൽ ഇൻദല്ല ജുസ്ഉഹു അലാ ജുസ്ഇൽ മഅനാഹു, നസ്സായ പദങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ലാഹിറായ പദങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, മുജ്മലായ പദങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മുറക്കബായ പദങ്ങളുണ്ട്. ഒരു പദത്തിന്റെ ഭാഗം മറ്റൊരു പദത്തിന്റെ മേൽ ഒരു പദത്തിന്റെ ഭാഗമാകുന്നത് എന്താണ്? അർത്ഥത്തിന്റെ ഭാഗത്തിന്റെ മേൽ അറിയിക്കുമ്പോൾ അതിന് മുറക്കബ് എന്ന് പറയും. ഒരർത്ഥത്തിന്റെ ഒരു പദത്തിന് അതെന്താകുന്നു? മറ്റൊരു ഭാഗമില്ലാതിരിക്കുമ്പോൾ അതിന് മുഫ്രദ് എന്ന് പറയും. ഉദാഹരണം നമുക്ക് എടുത്തു നോക്കാം. ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ
റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. അപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന ഈ ലഫ്ളാകുന്നത് മുറക്കബായ ലഫ്ളാണ്. ഇബാദ് എന്നതൊരു ഭാഗമാണ്, റഹ്മാൻ എന്നത് വേറൊരു ഭാഗമാണ്. ഇബാദ് എന്നത് ദാസന്മാരെന്ന് എൻ്റെ മേലറിയിച്ചു, റഹ്മാൻ എന്നത് റബ്ബിൻ്റെ മേലറിയിച്ചു. അപ്പോൾ ലഫ്ളിൻ്റെ ഓരോ ഭാഗങ്ങളും അർത്ഥത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെ മേലറിയിക്കുമ്പോൾ അതിനെന്തെന്ന് പേര് പറയപ്പെടും? മുറക്കബായ ലഫ്ൾ എന്ന് പേര് പറയപ്പെടും. എന്നതുപോലെ തന്നെ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സാ, വിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മിനെ ഈ ആയത്തെടുത്തുകൊണ്ട് ഇതിൻ്റെ ആശയം എന്താണെന്നറിയാതെ ഈ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സാ എന്നതിലടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളെ പറ്റി മനസ്സിലാക്കാത്തവർ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലാത്തയും ഉസ്സയും മനാത്ത എന്ന് പറയുന്ന 3 പെൺമക്കളുടെ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവര് അഫറഅയ്തും എന്ന പദത്തിൽ കൊണ്ടുവന്നതായ ആ എന്നതായ ഇസ്തിഫ്ഹാമിന്റെ അക്ഷരം ആ എന്ന പദത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചർച്ച. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തു നജ്മിലെ 19-ാമത്തെ ആയത്തിൽ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സാ എന്ന സ്ഥലത്തുള്ള ആ എന്ന ഹംസയെ പറ്റിയിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ പദങ്ങള് മൻദൂക്കായ പദങ്ങളുടെ വിപരീതമായിട്ട് മഫ്ഹൂം എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന ആയത്തിൽ നിന്നും നിങ്ങൾ മാതാപിതാക്കളോട് മാറി നിൽക്കീൻ, ഒന്നങ്ങോട്ട് നിൽക്കീൻ എന്ന് പറയരുത് എന്നതായ അർത്ഥം ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്നതിൻ്റെ മൻദൂക്കാണ്. അപ്പൊ ഇതിൻ്റെ മഫ്ഹൂമുണ്ട്. മാദല്ലൽ ലഫ്ദ് ലാ ഫീ മഹല്ലിൻ നുത്ഖി, ഒരു പദം ആ പദത്തിൻ്റെ ഉച്ചാരണത്തിൽ നിന്നല്ലാതെ ആ പദത്തിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നതായ ആശയത്തിന് മഫ്ഹൂം എന്ന് പറയും. ഈ മഫ്ഹൂം തന്നെ ഫൈൻ വാഫക ഹുക്മുഹു അൽ മൻദൂഖ, മഫ്ഹൂമിന്റെ ഹുക്മ് നിയമം മൻദൂഖിന്റെ നിയമത്തിനോട് യോജിച്ചാൽ ഫമുവാഫഖത്തുൻ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള സാധാരണക്കാരായ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ഒരു പദമാകുന്ന ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഈ ഉഫ്ഫിൻ എന്ന പദത്തിന് മൻദൂഖുണ്ട്, മഫ്ഹൂമുണ്ട്. മൻദൂഖ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ ഉച്ചാരണത്തിൽ നിന്നും മനസ്സിലാക്കുന്ന അർത്ഥമാകുന്നത് അറബികൾ അഫഫായു അഫിഫു തഅഫിഫ് എന്ന പദത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് മാറി നിൽക്കീൻ എന്ന അർത്ഥത്തിന്റെ മേലാണ്, എന്ന അർത്ഥത്തിന്റെ മേലാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദം ഉപയോഗിച്ചപ്പോൾ ഈ പദത്തിന് മൻദൂഖുണ്ട്, അതോടൊപ്പം തന്നെ മഫ്ഹൂമുണ്ട്. ഇപ്പൊ നമ്മൾ പറയും മത്റുൽ ഗനിയ്യ ളുൽമുൻ, പൈസ ഉള്ളവൻ പറഞ്ഞു പറ്റിക്കലാകുന്നത് അക്രമമാണ്. ഒരാൾ പൈസ കടം വാങ്ങിയിട്ട് തിങ്കളാഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ആയപ്പോഴും നാളെ ആകട്ടെ എന്ന് പറഞ്ഞു. നാളെ ആയപ്പോഴും വീണ്ടും മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് മത്റുൽ ഗനിയ്യ, സമ്പന്നൻ പറഞ്ഞ് നാളെ എന്ന് പറഞ്ഞ് പറ്റിക്കലാകുന്നത് ളുൽമുൻ, അക്രമമാണ്. അപ്പൊ ഇതിന് മറ്റൊരർത്ഥം നമ്മൾ മനസ്സിലാക്കി. എന്തേ മനസ്സിലാക്കിയത്? മത്റുൽ ഫഖീർ, പാവപ്പെട്ടവൻ, ദരിദ്രൻ പറഞ്ഞ് നാളെ എന്ന് പറഞ്ഞ് ഗത്യന്തരമില്ലാത്തതിൻ്റെ പേരിൽ 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് അക്രമമാകുമോ? ഇല്ല, അക്രമമാവുകയില്ല. അത് ഈ പറഞ്ഞതായ പദത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട മറ്റൊരു ആശയമാണ്. ഈ ആശയം തന്നെ എന്താകുന്നുണ്ട്? മൻദൂഖിന്റെ ആശയത്തിനോട് യോജിക്കുന്നതുണ്ട്, മൻദൂഖിന്റെ ആശയത്തിനോട് യോജിക്കാത്തതുണ്ട്. അങ്ങനെ വരുമ്പോൾ മൻദൂഖ് ഉച്ചരിക്കപ്പെട്ട പദത്തിന്റെ ആശയത്തിനോട് യോജിക്കുന്നതായ ആശയമാണ് ആ പദത്തിൽ നിന്നും ഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ അതിന് മഫ്ഹൂം മുവാഫഖ എന്ന് പറയും. ഇതെല്ലാം അപ്പോൾ മൻദൂഖുണ്ട്, മഫ്ഹൂമുണ്ട്. ആ മഫ്ഹൂമിന്റെ കൂട്ടത്തിൽ തന്നെ മഫ്ഹൂം മുവാഫഖയുണ്ട്, മഫ്ഹൂം മുഖാലഫയുണ്ട്. ആ മഫ്ഹൂം മുവാഫഖ തന്നെ വീണ്ടും വിഭജിക്കുകയാണ്. അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ വ്യാപ്തി എന്താണെന്ന്, ശുദ്ധമായ ഭാഷ സന്ദർഭത്തിനോട് യോജിക്കുക, ആ സന്ദർഭമാണ് ഇവിടെ നാം ഓരോ ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കി വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൻദൂഖ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്, മഫ്ഹൂം എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്, അതോടൊപ്പം തന്നെ മഫ്ഹൂം മുവാഫഖ എന്നൊരു പ്രയോഗമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഫ്ഹൂം മുവാഫഖ
സുമ്മ ഹുവ ഫഹുവൽ ഖിത്താബ് ലഹനുൽ ഖിത്താബ്. ഫഹുവൽ ഖിത്താബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന ആയത്ത് അർത്ഥം വെക്കേണ്ടത് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു ഫഹുവൽ ഖിത്താബാണ്. എന്താണ് ഫഹുവൽ ഖിത്താബ് എന്ന് പറഞ്ഞാൽ? ഇൻകാന മഫ്ഹൂമുഹു മുവാഫഖ ഔലാ മിനൽ മൻതൂഖി, ഉച്ചരിക്കപ്പെട്ട പദത്തിൽ നിന്നും ലഭിച്ച അർത്ഥത്തിനേക്കാൾ, പദത്തിന്റെ അർത്ഥത്തിനേക്കാൾ പദത്തിൽ നിന്നും മനസ്സിലാക്കപ്പെട്ട അർത്ഥം കുറെ കൂടി വ്യക്തമാകുമ്പോൾ അതിനെ ഫഹുവൽ ഖിത്താബ് എന്ന് പറയും. ഉദാഹരണം, മാതാപിതാക്കളെ നീ അടിക്കല് ഹറാമാണ്, മാതാപിതാക്കളോട് ഛേ എന്ന് പറയലും ഹറാമാണ്. ഈ രണ്ട് ആശയവും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദത്തിന്റെ അർത്ഥമാണ്. പ്രിയമുള്ള സാധാരണക്കാര് മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ എവിടെ നിന്നെങ്കിലും രണ്ട് പരിഭാഷകൾ ഒപ്പിച്ചതിന് ശേഷം ഖുർആനിൽ ഷഹാദത്ത് കലിമയെ പറ്റിയില്ല, ഖുർആനിൽ എങ്ങനെ നിസ്കരിക്കണമെന്നില്ല, ഖുർആനിൽ നോമ്പിനെ പറ്റിയില്ല, ഖുർആനിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ വിവാഹം കഴിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യണം, ഇത് മാത്രമാണുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചതായ സഹോദരന്മാര്, അവരെ അറബി ഭാഷ പഠിക്കുക. ഇവിടെ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളോട് നിങ്ങൾ ഉഫ്ഫിൻ എന്ന് പറയരുത് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മൻദൂഖായ അർത്ഥം, രണ്ട് മഫ്ഹൂമായ അർത്ഥം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദത്തിന്റെ മൻദൂഖ് എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ നിന്നും നേരിട്ടുള്ള അർത്ഥം ഛേ എന്ന് പറയരുത്. ഈ പദത്തിൽ നിന്നും ഗ്രഹിച്ചതായ അർത്ഥം എന്താണ്? നീ മാതാപിതാക്കളെ ഈദാ ചെയ്യൽ ഹറാമാണ്, അവരെ അടിക്കൽ ഹറാമാണ്, അവരെ വീട്ടിൽ നിന്നും പുറത്താക്കൽ ഹറാമാണ്, അവരെ ഉപദ്രവിക്കൽ ഹറാമാണ്. ഈ പറയപ്പെട്ട ആശയങ്ങളെല്ലാം എവിടെ നിന്നും കിട്ടി? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദത്തിൽ നിന്നും കിട്ടി. അപ്പൊ ഉഫ്ഫിൻ എന്ന പദത്തിന്റെ അർത്ഥത്തിനേക്കാൾ അതിൽ നിന്നും ആശയപരമായി മനസ്സിലാക്കപ്പെട്ട അർത്ഥമാണ് കുറെ കൂടി കൂടുതൽ ഗൗരവമുള്ള അർത്ഥമാകുമ്പോൾ ആ അർത്ഥത്തിന് എന്തെന്ന് പേര് പറയപ്പെടും? ഫഹുവൽ കലാം. ഒരു പദം ആ പദത്തിൽ നിന്നും നേരിട്ടുള്ള അർത്ഥത്തിനേക്കാൾ ഉദ്ദേശ്യാർത്ഥമാകുന്നത് കുറെ കൂടി ഗൗരവമുള്ളതാകുമ്പോൾ അതിന് ഫഹുവൽ കലാം എന്ന് പേര് പറയപ്പെടും. അപ്പോൾ മൻദൂഖിന്റെ മറ്റൊരു ഭാഗമാണ് മഫ്ഹൂമ്. ആ മഫ്ഹൂമിന്റെ കൂട്ടത്തിൽ ഫഹുവൽ കലാം എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. പറഞ്ഞതായ പദത്തിന്റെ നേരിട്ടുള്ള അർത്ഥത്തിനേക്കാൾ ആ പദത്തിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നതായ ആശയം കുറെ കൂടി ഉദ്ദേശ്യത്തിന്റെ വിഷയത്തിൽ വ്യാപ്തി കൂടുമ്പോൾ ആ മഫ്ഹൂമിനെ സംബന്ധിച്ച് മഫ്ഹൂം ഫഹുവൽ കലാം എന്ന് പേര് പറയപ്പെടും. ഉദാഹരണമായിട്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന പദം, ആ ഉഫ്ഫിൻ എന്ന പദത്തിന് ഛേ എന്ന് പറയൽ ഹറാമാണ്, മാതാപിതാക്കളെ അടിക്കലും ഹറാമാണ്. അടിക്കുക എന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടി? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്നതിൻ്റെ അതിൻ്റെ മഫ്ഹൂമാണ്. എന്നതുപോലെ തന്നെ ലഹ്നുൽ ഖിത്താബ് എന്നുണ്ട്. അതായത് ലഹ്നുൽ ഖിത്താബ് മഫ്ഹൂം ഉച്ചരിക്കപ്പെട്ടതായ പദത്തിന്റെ അതേ അർത്ഥം തന്നെ അതിൽ നിന്നും ഗ്രഹിക്കുന്നതായ അർത്ഥവും ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമൻ, ഇന്നല്ലദീന ഒരു വിഭാഗം യഅകുലൂന അവർ ഭക്ഷിക്കുന്നതാണ് അംവാലൽ യതാമ യതീം മക്കളുടെ സമ്പത്ത് ദുൽമൻ അക്രമപരമായിട്ട്. അപ്പോൾ യതീമുകളുടെ സമ്പത്ത് അക്രമപരമായിട്ട് ഒരു കാരണവും കൂടാതെ ഭക്ഷിക്കൽ ഹറാമാണ്. അപ്പൊ യതീമുകളുടെ സമ്പത്തിന് എന്താണ്? കരിച്ചു കളയലോ? കരിച്ചു കളയലും ഹറാമാണ്. അപ്പൊ ഈ കരിച്ചു കളയുക എന്നതും ഭക്ഷിക്കുക എന്നതും യതീമിന്റെ മാല് നശിപ്പിക്കുക എന്നതിൽ രണ്ടും സമമാണ്. അപ്പം മൻദൂഖും മഫ്ഹൂമും രണ്ടും ഒരേ പട്ടികയിലായിരിക്കുന്നു, ഒരേ ഗ്രേഡിലായിരിക്കുന്നു. അതിനെന്തെന്ന് പേര് പറയപ്പെടും? ലഹ്നുൽ ഖിത്താബ് എന്നാണ് പേര് പറയപ്പെടുന്നത്. ഒരു പദത്തിൽ നിന്നും നേരിട്ട് ലഭിച്ചതായ അർത്ഥവും
ഒരു പദത്തിൽ നിന്നും ഉദ്ദേശിക്കപ്പെട്ട അർത്ഥവും രണ്ടും പരസ്പരം സമമാകുന്ന അവസരത്തിൽ ഈ മഫ്ഹൂമിന് ലഹ്നുൽ ഖിതാബ് എന്ന് പറയും. നേരെ മറിച്ചൊരു പദത്തിന്റെ നേരിട്ടുള്ള അർത്ഥവും അതിൽ നിന്നും ഗ്രഹിച്ചതായ അർത്ഥം, ആ ഗ്രഹിക്കപ്പെട്ട അർത്ഥത്തിന് പദത്തിന്റെ അർത്ഥത്തിനേക്കാൾ കൂടുതൽ വ്യാപ്തി ഉണ്ടാകുന്ന അവസരത്തിൽ ആ പദത്തിന് ഫഹ്വൽ ഖിതാബ് എന്ന് പേര് പറയപ്പെടും. അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഇത് അറബി സാഹിത്യമാണ്. ഈ അറബി സാഹിത്യത്തിൽ ഉപയോഗിക്കപ്പെട്ട ഈ പ്രയോഗങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞത് വീണ്ടും കൂടി ആവർത്തിച്ചു പറയാം. അറബി പദങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മുഫ്രദായ പദങ്ങളുണ്ട്, മുറക്കബായ പദങ്ങളുണ്ട്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ള്, ആ ലഫ്ളിന്റെ ഭാഗമാകുന്നത്, ആ ലഫ്ളിന്റെ ഭാഗങ്ങൾ അർത്ഥത്തിന്റെ ഭാഗത്തിന്റെ മേൽ അറിയിക്കാത്തത്. മുറക്കബുണ്ട്. മുറക്കബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ ഭാഗങ്ങൾ അർത്ഥത്തിന്റെ ഭാഗങ്ങളുടെ മേൽ അറിയിക്കുന്നത്. കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങൾ എന്നൊറ്റ വാക്കിൽ പറയാം. കൂട്ടിച്ചേർക്കപ്പെട്ടതായ പദങ്ങൾക്ക് മുറക്കബ് എന്ന് പറയും. ഒറ്റ ചേർക്കലില്ലാത്ത സ്വതന്ത്രമായ പദത്തിന് മുഫ്രദ് എന്ന് പറയും. ഈ മുഫ്രദും മുറക്കബുമായ പദങ്ങളിൽ മൻദൂഖിയായ അർത്ഥമുണ്ട്, മഫ്ഹൂമിയായ അർത്ഥമുണ്ട്. മൻദൂഖ് ആ പദത്തിന്റെ ഉച്ചാരണത്തിൽ നിന്നും ആ ശബ്ദത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതായ അർത്ഥം. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ നിന്നും ഗ്രഹിച്ചെടുത്തതായ മറ്റൊരർത്ഥം. ഈ പദങ്ങൾ തന്നെ നസ്സായ നിലയിൽ അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു, ഒറ്റ അർത്ഥത്തിന്റെ മേൽ മാത്രം അറിയിക്കുന്നതുണ്ട്. ലാഹിറായ പദങ്ങളുണ്ട്, രണ്ടർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു. ഒന്നിന് മുൻതൂക്കമാണ്, മറ്റൊന്നിനാണ് പിന്തള്ളപ്പെട്ടത്. അങ്ങനെ രണ്ടർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു. മുജ്മലായ അർത്ഥമുണ്ട്. ഒരു പദം രണ്ടർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു, രണ്ടും സമാസമമായിരിക്കുന്നു. അങ്ങനെ മഫ്ഹൂം എടുത്തു നോക്കുമ്പോൾ മഫ്ഹൂം മുവാഫക്കയുണ്ട്, മഫ്ഹൂം മുഖാലഫയുണ്ട്. അതായത് ഈ ഗ്രഹിച്ചെടുത്തതായ അർത്ഥം പറയപ്പെട്ട ആശയത്തിനോട് യോജിക്കുന്നതായ അവസരത്തിൽ അതിനെന്തെന്ന് പേര് പറയപ്പെടും? മഫ്ഹൂം മുവാഫക്ക എന്ന് പറയും. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ മാതാപിതാക്കളെ ഛേ എന്ന് പറയരുത്, ഇത് മൻദൂഖാണ്. നിങ്ങൾ അവരെ അടിക്കരുത്, ഇത് മഫ്ഹൂമാണ്. രണ്ടും ഹറാമാണ്. ഇതിന് മഫ്ഹൂം മുവാഫക്ക എന്ന് പറയും. നേരെ മറിച്ച് ഗ്രഹിച്ചെടുത്തതായ അർത്ഥമാകുന്നത് പദത്തിൽ നിന്നും ലഭിച്ച അർത്ഥത്തിന്റെ വിപരീതമാകുമ്പോൾ മത്ലുൽ വനിയെ ദുൽമുൻ, സമ്പന്നൻ പറഞ്ഞു പറ്റിക്കൽ അക്രമമാണ്. അപ്പോൾ സമ്പത്തില്ലാത്തവൻ പറഞ്ഞു പറ്റിക്കലാണെങ്കിലോ അക്രമമല്ല. അപ്പോൾ ഒരു പദത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരർത്ഥം നേരെ മറിച്ച് അതിൽ നിന്നും ഗ്രഹിച്ചതാണെങ്കിൽ മറ്റൊരർത്ഥമാകുമ്പോൾ മഫ്ഹൂം മുഖാലഫയുണ്ട്. വഫിസ്സായിമത്തി സ്വതക്കത്തൻ, മേഞ്ഞു തിന്നുന്നതായ ആടുകൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ കെട്ടിയിട്ട് തീറ്റ കൊടുക്കുന്നതായ ആടുകൾക്കോ സക്കാത്ത് നിർബന്ധമില്ല. അറബി ഭാഷയിൽ നിന്നും അറബികൾ ഉപയോഗിച്ചതായ പ്രയോഗങ്ങളാണ്. അങ്ങനെ മഫ്ഹൂം മുവാഫക്കയുണ്ട്, മഫ്ഹൂം മുഖാലഫയുണ്ട്. ഇതിൽ നിന്നും മഫ്ഹൂം മുവാഫക്ക എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പദത്തിൽ നിന്നും ഗ്രഹിച്ചതായ അർത്ഥമാകുന്നത് പദത്തിന്റെ അർത്ഥത്തിനോട് യോജിക്കുന്നത് ഫഹ്വൽ കലാമുണ്ട്. അതായത് ഗ്രഹിച്ചതായ അർത്ഥം പദത്തിന്റെ അർത്ഥത്തിനേക്കാൾ വ്യാപ്തി കൂടുതലാണ്. അതിന് ഫഹ്വൽ കലാം എന്ന് പറയും, ലഹ്നുൽ കലാം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പദത്തിൽ നിന്നും ഗ്രഹിച്ചതായ ആശയമാകുന്നത് പദത്തിന്റെ അർത്ഥത്തിനോട് സമമാകുന്ന ഫഹ്വൽ കലാമിന്റെ ഉദാഹരണമാണ് ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളെ ഛേ എന്ന് പറയലും ഹറാമാണ്, അവരെ ദേഹോപദ്രവം ചെയ്യലും ഹറാമാണ്. ഇത് ഫഹ്വൽ കലാമിന്റെ ഉദാഹരണമാണ്, ലഹ്നുൽ കലാമിന്റെ ഉദാഹരണമാണ്. യത്തീമുകളുടെ സമ്പത്തിനെ നശിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമാണ് നീ ഭക്ഷിക്കുക എന്നത്. നീ ഭക്ഷിക്കുന്നില്ല, ആ സമ്പത്തിനെ കരിച്ചു കളയലും ഹറാമാണ്. രണ്ടും സമാസമമാണ്. ഈ പ്രയോഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മഹാന്മാരായ ഇമാമീങ്ങൾ ഫഹ്വൽ കലാം എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്, ലഹ്നുൽ കലാം എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഇവകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൂറത്തുൻ നജ്മിലേക്ക് വരാം. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നജ്മിന്റെ പരിഭാഷ വായിച്ചുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ വെല്ലുവിളിക്കുന്നതായ മിഷനറി പ്രവർത്തകർ, നിങ്ങൾ അറബി പഠിക്കുക, അറബി ഭാഷയുടെ സാഹിത്യം പഠിക്കുക, അറബി ഭാഷയുടെ ഓരോ പദങ്ങൾ വീതം പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മ് 18 മുതൽ 22 വരെയുള്ളതായ ആയത്തിൽ പറയുന്നു, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ
വമനാത സാലിസത്തൽ ഉഖ്റാ അലകുമുദ് ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസാ. സൂറത്തുൻ നജ്മിൽ ലഖദ് റആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര രക്ഷിതാവായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയതായ ദൃഷ്ടാന്തത്തിനെ കാണിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ഇവിടെ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കാണുന്നില്ലയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് കെട്ടഴിക്കാൻ വേണ്ടി പോകുന്നത് അഫറഅയ്തും എന്ന സ്ഥലത്തുള്ളതായ ആ എന്ന ഹംസയെ പറ്റിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ ആ എന്ന ഹംസ ഉപയോഗിച്ചാൽ ഏതെല്ലാം അർത്ഥത്തിന് വേണ്ടി വരും? വ്യാകരണ ശാസ്ത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു നൂനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതുപോലെ അറബി വ്യാകരണ ശാസ്ത്രപ്രകാരം അഫറഅയ്തുൻ എന്ന ഹംസയെ പറ്റി വിശദീകരിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഈ രൂപത്തിൽ പരിഭാഷകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടിട്ട് അറബി വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന അറബി സാഹിത്യകാരന്മാരുടെ കവിതകളും അറബ്യൻ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ അറബി ഗോത്രത്തിൽ ഉപയോഗിച്ചിരുന്നതായ ഭാഷകൾ വിവരിക്കുന്ന അറബി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളും ഒരു ഭാഗത്തെടുത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിന്റെ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ ഹംസ ഏതെല്ലാം അർത്ഥത്തിന് ഉപയോഗിക്കും, ആ രൂപത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിട്ട് വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കുക. ഒരു ഭാഗത്ത് അറബി സാഹിത്യകാരന്മാർ ഉപയോഗിച്ചതായ കവിതകൾ, രണ്ടാമത്തെ ഭാഗത്തായിട്ട് അറബി വ്യാകരണ ശാസ്ത്രപ്രകാരം ആ എന്ന അക്ഷരം ഏതെല്ലാം അർത്ഥത്തിന് ഉപയോഗിക്കും, ഫ എന്ന അക്ഷരം ഏതെല്ലാം അർത്ഥത്തിന് ഉപയോഗിക്കും. അഫറഅയ്തും എന്ന ഈ പദത്തിൽ തന്നെ എത്ര പദങ്ങളാണുള്ളത്? അഫറഅയ്തും എന്നതായ കലാമ്, ഈ അഫറഅയ്തും എന്നതായ ജുംല, ഈ പദത്തിന്റെ കൂട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അഫറഅയ്തും എന്ന സ്ഥലത്തുള്ള ഹംസ ഒരു കലിമത്താണ്. അഫറഅയ്തും എന്ന സ്ഥലത്തുള്ളതായ ഫ രണ്ടാമതൊരു കലിമത്താണ്. റഅയ്തും എന്നുള്ള സ്ഥലത്തുള്ളതായ റഅ എന്നുള്ളത് മൂന്നാമതൊരു പദമാണ്. തും എന്നുള്ളതാണെങ്കിൽ ലമീറാണ്. അപ്പൊ 4 ഒറ്റ പദങ്ങൾ ഒരുമിച്ച് കൂട്ടിയതാണ് അഫറഅയ്തും എന്നതായ ഈ പദത്തിന്റെ മുറക്കബ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഫ്രദായ പദമുണ്ട്, മുറക്കബായ പദമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഫറഅയ്തും എന്ന പദം മുഫ്രദാണോ മുറക്കബാണോ? അഫറഅയ്തും എന്നത് മുറക്കബാണെങ്കിൽ ഈ മുറക്കബായ കൂട്ടുപദത്തിൽ എത്ര ഒറ്റ പദങ്ങളാണുള്ളത്? അതെ, 4 പദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പദം ഏതാണ്? ആ എന്ന ഹംസയാണ്. രണ്ടാമത്തെ പദം ഏതാണ്? ഫ എന്ന അത്ഫിന്റെ അക്ഷരമാണ്. വൽഫാഉ ലിത്തർതീബി ബിത്തിസ്വാലി വസുമ്മ ലിത്തർതീബി ബിൻഫിസ്വാലി. ഫ എന്നുള്ളതായ അത്ഫിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം അർത്ഥത്തിനാണ് വരുന്നത്? ഈ ഫാഇനെ ഇസ്തിഫാമിന്റെ അക്ഷരമാകുന്ന ഹംസയോടുകൂടി ഉപയോഗിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പിന്നെ റഅ എന്ന ഫിഅലാണ്. ആ റഅ എന്ന ഫിഅല് ജംഅ മുദക്കർ ഹാളിറിന്റെ സർവനാമവും കൂടി ഒരുമിച്ച് കൂട്ടിയതായ 4 പദങ്ങൾ ഒരുമിച്ച് കൂട്ടിയതായ ഒരു മുറക്കബായ പദത്തിന് ഈ 4 പദങ്ങളുടെയും അർത്ഥം വേണ്ടേ സഹോദരങ്ങളെ? നിങ്ങൾ ശരിക്ക് കുറേ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് സൂറത്തുൻ നജ്മിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അല്ല എന്ന പദമാകുന്നത് 3 പെൺമക്കളുടെ അപ്പനാണ്. അവരെയാണ് ഖുറൈശികൾ ആരാധിച്ചു പോകുന്നത്. ആ ഖുറൈശികൾ ആരാധിച്ചു പോകുന്നതായ അള്ളാഹുവിനെയാണ് മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത്. അതിനു മുമ്പ് അല്ലാ എന്ന പദം ആരുപയോഗിച്ചു എന്ന് നിങ്ങൾ അറബി ഭാഷ ഒഴിവാക്കിക്കൊണ്ടിട്ട് വെറും മലയാള ഭാഷ എടുത്തുകൊണ്ട് ഗവേഷണം നടത്തിയതായ സഹോദര, നിങ്ങൾ ഖുർആൻ വിമർശിക്കണം. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഖുർആൻ പഠിച്ചുകൊണ്ട് വിമർശിക്കണം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അഫറഅയ്തും എന്ന പദം മുഫ്രദാണോ മുറക്കബാണോ? അതൊറ്റ പദമാണോ കൂട്ടുപദമാണോ? കൂട്ടുപദമാണ് എങ്കിൽ അഫറഅയ്തും എന്നതിൽ എത്ര ഒറ്റ പദങ്ങളാണുള്ളത്? ആ ഓരോ പദങ്ങൾ നിങ്ങൾ കെട്ടടിക്കുക. ഹർഫുൽ അലിഫ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അറബി ഭാഷയുടെ സാഹിത്യം
വ്യാകരണശാസ്ത്രം. വ്യാകരണശാസ്ത്രത്തിൽ കൂടി അറബി ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാം. അറബി ഭാഷ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന നാൾ വരെ ഈ ലോകത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ആ അമാനുഷികത എന്താണ് എന്ന് നമുക്ക് ലോകത്തിന് മുമ്പിൽ നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയും. ഹർഫുൽ അലിഫ് എന്ന പദം, അൽ അലിഫുൽ മുഫ്രദത്ത്, ഈ ആ എന്ന പദം തഅതി അലാ വജ്ഹൈനി, രണ്ട് രൂപത്തിൽ വരുന്നതാണ്. ആ എന്ന പദം രണ്ട് രൂപം, ഓരോ രൂപത്തിനും എത്ര പ്രയോഗമെന്ന് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പ്രയോഗം അൻ തകൂന ഹർഫൻ യുനാദാ ബിഹി അൽ ഖരീബ്. അലിഫ് എന്ന അക്ഷരമാകുന്നത് ആ അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരർത്ഥം. അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടി ഈ അലിഫിനെ ഉപയോഗിക്കുന്നതാണ് ഒരർത്ഥം. അതായത് ഹർഫുൻ നിദാഇൽ ഖരീബ്, സദസ്സിലുള്ളവരെ അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ആ എന്ന ഹംസയെ ഉപയോഗിക്കും. അതിന് തെളിവെന്താണ്? അറബി സാഹിത്യകാരന്മാര് തെരഞ്ഞെടുത്തുകൊണ്ട് കഅബയുടെ വാതിക്കലിൽ കെട്ടിത്തൂക്കപ്പെട്ടതായ 7 മുഅല്ലക്ക, ആ 7 മുഅല്ലക്കയിൽപ്പെട്ട ഒന്നാം മുഅല്ലക്ക, സബഅൽ മുഅല്ലക്കയിൽപ്പെട്ടതായ ഒന്നാം മുഅല്ലക്ക, ആ ഒന്നാം മുഅല്ലക്ക രചിച്ചത് ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. ആ ഇംറുൽ ഖൈസിന്റെ ഒന്നാം മുഅല്ലക്കയിൽ പറയുന്നു അഫാത്തിമു മഹിലൻ ബഅല ഹാദ തദല്ലുലി വഇൻ കുന്ത ഖദ് അസ്മഅത് സ്വറമി ഫഅജ്മിലി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹംസ എന്ന അലിഫ് എന്ന ഈ അക്ഷരത്തിന് 2 പ്രയോഗമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രയോഗം അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഈ അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും എന്നതിന് തെളിവെന്താണ്? അറബി സാഹിത്യകാരന്മാരിൽപ്പെട്ട ഇംറുൽ ഖൈസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 7 മുഅല്ലക്കയിൽ നിന്നും കഅബയിൽ കെട്ടിത്തൂക്കിയതായ ഒന്നാം മുഅല്ലക്കയാകുന്ന ആ കവിതാ സമാഹാരത്തിൽ ഉപയോഗിക്കുന്ന അഫാത്തിമു, ഫാത്തിമത്ത് എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുണ്ടല്ലോ. ഫാത്തിമത്ത് എന്നതിനെ തർഹീമൻ ഹിദ്ഫ് ആഖിറൽ മുനാദ കയാസു ആഫി മൻദഅ സുആദ എന്ന പേരുള്ള സ്ത്രീയെ വിളിക്കുമ്പോൾ സുആ എന്ന് വിളിക്കുന്നു. എൻ്റെ അവസാന അക്ഷരത്തിനെ കളയുക. അത് അറബി വ്യാകരണ ശാസ്ത്രത്തിലുള്ള ഒരു നല്ലൊരു പ്രയോഗമാണ്. എന്നതുപോലെ തന്നെ ഇംറുൽ ഖൈസ് സ്നേഹിച്ചു പോന്നതായ ഉനൈസയുടെ യഥാർത്ഥ പേര് ഫാത്തിമത്തു എന്നാണ്. ആ ഫാത്തിമയെ അടുത്ത് നിന്ന് വിളിക്കുകയാണ് അഫാത്തിമു, അല്ലയോ ഫാത്തിമത്തേ. അപ്പോൾ അവസാനം കളഞ്ഞു. ഇവിടുത്തെ വിഷയം എന്താണ്? ആ എന്നതായ അക്ഷരത്തിന് നിദാഇന് വേണ്ടി അടുത്തുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കവിതയുടെ അർത്ഥമൊക്കെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾ മാദിഹിർ റസൂൽ ബാപ്പുസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ബൈലാവി ഓതിത്തരുന്നു തഫ്സീറിന്റെ കിതാബായിട്ട്. ഞങ്ങൾ ഷറഹിൽ അഖായിദ ഓതുന്നു വിശ്വാസപരമായ വിഷയത്തിന് വേണ്ടി. ജംഉൽ ജവാമി 2ാമത്തെ ഭാഗം ഓതുന്നു. ഉസൂലുൽ ഫിഖ്ഹ് പഠിക്കുന്നു. മഹല്ലി ഓതുന്നു. മറ്റ് ഹദീസിന്റെ കിതാബുകൾ ഓതുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് റഹ്മാനുർ റഹീം പറഞ്ഞുകൊണ്ട് ഓതിത്തന്നതായ ഒരു കിതാബാണ് സബഉൽ മുഅല്ലക്ക. സബഉൽ മുഅല്ലക്ക തുടങ്ങുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞതെന്താണ്? ഇതൊരു ഇംറുൽ ഖൈസിന്റെ സെക്സ് സംബന്ധമായ ഒരു വിഷയമാണ് എങ്കിലും പരിശുദ്ധ ഖുർആനും ഹദീസും അറബി ഭാഷ മനസ്സിലാക്കുവാനുള്ളതായ അറബി ഭാഷയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ആ ഫാത്തിമത്തെ മഹിലൻ, നീ ഒന്ന് ക്ഷമിക്ക്. മഹിലൻ എന്ന പ്രയോഗം തന്നെ കളയപ്പെട്ട ഫെയറിന്റെ മഫ്ഊൽ മുത്തലക്കാണ്. നീ ഒരു സാവകാശമാക്ക്. ഈ കൊഞ്ചിക്കുഴയിലുണ്ടല്ലോ, ആ പ്രയോഗം തന്നെ അറബികൾ ഉപയോഗിച്ച പ്രയോഗമാണ്. പെണ്ണ്, നീ നാണം കാരണമായിട്ടുള്ളതായ ആ കൊഞ്ചിക്കുഴയിലൊക്കെ ഒന്ന് കുറയ്ക്ക്.
വഇൻ കുന്തി നീ ആണെങ്കിൽ കത് അസ്മഅത്തി നീ ഉറപ്പിച്ചു എങ്കിൽ സ്വർമീ എന്നോടുള്ള ബന്ധം മുറിക്കാൻ നീ ഉദ്ദേശിച്ചു എങ്കിൽ ഫഅജ്മിലി സന്തോഷകരമായിട്ട് എന്നെ ഇഷ്ക് കാരണമായിട്ട് എന്നെ കൊന്നിട്ട് നീ വേറിട്ട് പോകണ്ട, എന്നെ ഉപദ്രവിക്കാത്ത രൂപത്തിൽ നീ വേറിട്ട് പോവുക എന്ന് കേണപേക്ഷിക്കുന്നതായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ അറബി സാഹിത്യത്തിൽ ഇംറുൽ ഖൈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ എന്ന പദമാകുന്നത് അത് അടുത്തുള്ളവരെ വിളിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം. അപ്പോൾ ഹംസ ആ എന്നുള്ളത് നിദാഇന് വേണ്ടി വരും അറബി വ്യാകരണ പ്രകാരം. രണ്ടാമത്തെ പ്രയോഗമാകുന്നത് അൻ തകൂന ലിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിന് വേണ്ടിയിട്ട് ആ വരുന്നതാണ്. എന്താ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ അത് ത്വലബുൽ ഫഹ്മി, മനസ്സിലാക്കലിനെ തേടുക. എന്താണ്? അസൈദുൻ ഖായിമുൻ, സൈദാണോ നിൽക്കുന്നത്? അപ്പോൾ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ഇസ്തിഫ്ഹാം എന്ന് പറയും. അപ്പൊ രണ്ട് പ്രയോഗമായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ എന്ന അക്ഷരം അടുത്തുള്ളവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അറിവിനെ തേടുന്നതിന് വേണ്ടി, ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ മനസ്സിലാക്കുന്നത് തന്നെ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നു. അസൈദുൻ ഖായിമുൻ എന്ന പ്രയോഗവുമുണ്ട്, അസൈദുൻ ഖായിമുൻ അംറുൻ എന്ന പ്രയോഗവുമുണ്ട്. മുഫ്രദിൽ പ്രവേശിക്കുന്ന രൂപവുമുണ്ട്, ജുംലയിൽ പ്രവേശിക്കുന്ന രൂപവുമുണ്ട്. എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണ പ്രകാരം തസവ്വുറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്, തസ്ദീഖിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നിദാഇന് വേണ്ടി വരും, രണ്ടാമത്തത് ഇസ്തിഫ്ഹാമിന് വേണ്ടിയിട്ട് വരും. മൂന്നാമത്തെ പ്രയോഗം അന്നഹ, ഈ അലിഫാകുന്നത് തദ്ഖുലു അത് പ്രവേശിക്കുന്നതാണ്, അലാ ഇസ്ബാത്തിൻ വാലൻ നഫിയെ, പോസിറ്റീവിന്റെ മേൽ അറിയിക്കുന്ന ജുംലകളിലും നെഗറ്റീവിന്റെ മേൽ അറിയിക്കുന്ന ജുംലകളിലും. എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന മുസ്ബത്തിലും ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന നഫിയിലും ഈ അലിഫ് കിടക്കുന്നതാണ്. അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ് എന്ന സ്ഥലത്തുള്ള എത്ര പദമാണുള്ളത്? അലം നശ്റഹ് എന്നുള്ളത് ഒറ്റ പദമല്ല, അലം നശ്റഹ് എന്നുള്ളത് മുറക്കബാണ്, കൂട്ടുപദമാണ്. ആ എന്നുള്ളത് ഒരക്ഷരമാണ്, ലം എന്നത് മറ്റൊരക്ഷരമാണ്, നശ്റഹ് എന്നുള്ളത് വേറൊരു പദങ്ങളാണ്. അതോടൊപ്പം തന്നെ ലക്ക എന്നുള്ളത്, അങ്ങനെ കുറെ കൂട്ടുപദങ്ങൾ ഒരുമിച്ച് ലം നശ്റഹ് എന്ന ഇല്ല എന്ന പദത്തിൽ ഹംസയെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ തമാമു തസ്ദീർ ഒരു പദത്തിന്റെ തുടക്കത്തിലായിട്ട് വരുന്നതാണ്. അന്നഹ ഇദാ കാനത് ഫീ ജുംലത്തിൻ മഅ്തൂഫത്തിൻ ബിൽ വാവി ഔ ബിൽ ഫാഇ ഔ ബിസ്സുമ്മ. ഇതൊക്കെ വളരെ വ്യാപകമായിട്ട്, വളരെ വ്യാപ്തിയായിട്ട് പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതാണ്. എങ്കിലും അറബി ഭാഷയുടെ സാഹിത്യം എത്രമാത്രമാണ്, അറബി ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം എന്താണ്, ഇത് വെറും ഒരു പരിഭാഷ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതാണോ? നമ്മുടെ ക്ലാസിന്റെ വിഷയം തന്നെ പരിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറം എത്രയോ എത്രയോ അപ്പുറമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇസ്തിഫ്ഹാമിന്റെ ഹംസ, ആ ഇസ്തിഫ്ഹാമിന്റെ അലിഫാകുന്നത് ഏതെല്ലാം രൂപത്തിൽ വരുന്നുണ്ട്? മുസ്ബത്തായ കലാമിൽ പ്രവേശിക്കുന്നതാണ്, മൻഫിയായ കലാമിൽ പ്രവേശിക്കും. ഉണ്ട് എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന കലാമിൽ പ്രവേശിക്കുന്നതാണ്, ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നതായ പദങ്ങളിൽ പ്രവേശിക്കുന്നതാണ്. ഒരു പദത്തിന്റെ തുടക്കത്തിലായിട്ട് വരും. തുടക്കത്തിലായിട്ട് വരുമ്പോൾ തന്നെ വാവി എന്നതായ ജുംലകളെ ബന്ധിപ്പിക്കാനുള്ള അത്ഫിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന വാവിൽ പ്രവേശിക്കും, ഫായിൽ പ്രവേശിക്കും, സുമ്മയിൽ പ്രവേശിക്കുന്നതാണ്. അലൽ ആത്ഫി തംബീഹൻ അലാ സ്വാരത്തിഹാ ഫി തസ്ദീർ നഹു അവലം യൻദുറു അഫലം യസീറു അസുമ്മ ഇദാ മാ വക ആമൻതും ബിഹി. നമ്മൾ മനസ്സിലാക്കുക, അവലം യൻദുറു എന്നുള്ള സ്ഥലത്ത് വാവിന് മുമ്പായിട്ട് ഹംസയെ ഉപയോഗിച്ച്, അഫലം യസീറു എന്ന സ്ഥലത്ത് ഫാഇന് മുമ്പായിട്ട് ഹംസയെ ഉപയോഗിച്ച്, ആ സുമ്മ ഇദാമാ വക ആമൻതും ബിഹി എന്നുള്ള സ്ഥലത്ത് സുമ്മ എന്ന അക്ഷരത്തിന് മുമ്പായിട്ട് ഹംസയെ ഉപയോഗിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ പദങ്ങളെയും മുമ്പുള്ള പദങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാകുന്ന വാവ്, ഫാ, സുമ്മ, വഅതിഫ് ബിവാവിൻ ലാഹിഖൻ ഔ സാബിക ഫിൽ ഹുക്മി ഔ മുസാഹിബൻ മുവാഫിഖ. വാവിനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ ഫാഇനെ പറ്റി പറയുന്നു.
എന്തേ പറഞ്ഞു? ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 അക്ഷരമാണ് വാവ്, ഫാ, സുമ്മ. അറബി വ്യാകരണത്തിൽ ഇബ്നു മാലിക് തങ്ങൾ വിശദീകരിച്ച വിശദീകരണമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ അക്ഷരത്തിന് മുമ്പായിട്ടാണ് ഹംസയെ ഉപയോഗിക്കുമ്പോൾ. നേരെ മറിച്ച് ഇദാമാ വഖഅ വഅഖവാതുഹാ തതഅഖറു ഹുറൂഫുൽ അത്ഫ് ഫഅയ്ന തദ്ഹബൂൻ ഫഅന്നാ തുഫകൂൻ ഫഅയ്യുൽ ഫരീഖൈൻ. ഈ ഹംസ ആയുടെ അതേ അർത്ഥമാണുള്ളത് ഐനയ്ക്ക്. ഈ ആയുടെ അതേ അർത്ഥമാണ് അന്നയ്ക്കുള്ളത്. ആ ആയുടെ അതേ അർത്ഥമാണ് ഐ എന്ന പദത്തിനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. ഇസ്തിഫ്ഹാം, ഒരു വിഷയത്തെ സംബന്ധിച്ച് ഫഹമിന്, അറിവിനെ തേടുക. ഈ അറിവിനെ തേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 അക്ഷരങ്ങൾ. ഒന്ന് ആ എന്ന അക്ഷരം, രണ്ടാമത്തത് ഐന എന്ന അക്ഷരം, മൂന്നാമത്തത് അയ്യുൻ എന്ന അക്ഷരം, നാലാമത്തത് അയ്യുൻ എന്ന അക്ഷരം. ഐനയിൽ അത്ഫിന്റെ അക്ഷരം വന്നപ്പോൾ ഫാഇനെ മുന്തിച്ചുകൊണ്ട് ഐനയെ പിന്തിപ്പിച്ചു. ഫഅയ്ന യതദ്ഹബൂൻ, ഫഅയ്ന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫഅന്നാ തുഫകൂൻ, നിങ്ങളെ എങ്ങനെയാണ് തിരിച്ചു കളയുന്നത്? ഫഅയ്യുൽ ഫരീഖൈൻ, ഏത് വിഭാഗമാണ്? അപ്പൊ അന്ന എന്ന കലിമത്തിലും ഐന എന്ന പദത്തിലും അയ്യ് എന്ന പദത്തിലും ഫാ പ്രവേശിച്ചതായ അവസരത്തിൽ ഫാഇനെ മുന്തിപ്പിച്ചു. നേരെ മറിച്ച് അവലം യൻദുറു അഫലം യസ്സീറു, ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞതായ ഓരോ പ്രയോഗങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. അതാണ് പറഞ്ഞത്, ശുദ്ധമായ ഭാഷ സന്ദർഭത്തിനോട് യോജിക്കുക. ആ സന്ദർഭം ഏതാണെന്ന് സൂചിപ്പിക്കുന്നതായ ഘടകങ്ങളാണ് ഈ പറഞ്ഞതായ അക്ഷരങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹംസയാകുന്നത് അലിഫ്, ആ എന്ന അലിഫാകുന്നത് മുനാദ, വിളിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇസ്തിഫ്ഹാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ അറിവിനെ ചോദിക്കുക എന്നതാണ്, ഒരു വിഷയത്തെ പറ്റിയിട്ട് അറിവിനെ തേടുക. ഈ പറഞ്ഞതായ അലിഫ് കത്തുഹ്റജുൽ ഹംസത്തു അനിൽ ഇസ്തിഫ്ഹാമിൽ ഹഖീഖിയത്തി, ചില സന്ദർഭത്തിൽ അറിവിനെ തേടുക എന്ന പ്രയോഗം അല്ലാതെ ഉപയോഗിക്കുന്നതാണ്. ഫതരിദുലി സമാനിയത്തി മആനിൻ, ഈ വിശദീകരിച്ച പ്രയോഗങ്ങൾക്ക് പുറമെ ആ എന്ന അക്ഷരം വേറെയും കുറെ അർത്ഥത്തിന് വരുന്നതാണ്. നമ്മുടെ ചർച്ചയാകുന്നത് അഫറഅയ്തും എന്ന സ്ഥലത്തുള്ളതായ ആ എന്ന അക്ഷരത്തിനെ പറ്റിയിട്ടാണ്. ഈ ആ എന്ന അക്ഷരമാകുന്നത് അത് മുനാദയുടെ അക്ഷരമാണോ ഇസ്തിഫ്ഹാമിന്റെ അക്ഷരമാണോ? ഇസ്തിഫ്ഹാമോ ഹഖീഖിയായ പ്രയോഗമുണ്ട്, ഹഖീഖത്ത് അല്ലാത്ത പ്രയോഗമുണ്ട്. കത്തുഹ്റജുൽ ഹംസത്ത്, ചിലപ്പോൾ ഹംസയെ പുറപ്പെടുവിക്കപ്പെടുന്നതാണ്. അനിൽ ഇസ്തിഫ്ഹാമിൽ ഹഖീഖി, ഓരോ പദത്തിനും ഏത് ഭാഷാപരമായിട്ട് നിർണയിക്കപ്പെട്ട ഒരർത്ഥത്തിന് ഹഖീഖിയ അർത്ഥം എന്ന് പറയും. അതിനു പുറമെ അതിൽ നിന്നും തെറ്റിച്ച് മറ്റൊരു അർത്ഥത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ മജാസിയ അർത്ഥം എന്ന് പറയും. ഏതൊരു പദത്തിനും നേരായിട്ടൊരർത്ഥമുണ്ടാകും, ഉപയോഗത്തിൽ എന്താണ് അലങ്കാരമായിട്ട് വേറൊരു പ്രയോഗമുണ്ടാകും. ഇസ്തിഫ്ഹാമിനെ ഇതുവരെ ഉപയോഗിച്ചതായ പ്രയോഗങ്ങളാകുന്നത് അതിന് നേരായ അർത്ഥമാണ് എങ്കിൽ അലങ്കാര പ്രയോഗമായിട്ട് വീണ്ടും ആ എന്ന അക്ഷരം 8 അർത്ഥത്തിന് വരുന്നതാണ്. ഒന്നാമത്തത് തസ്വിയത്തു, സമമാക്കുന്നതിന് വേണ്ടി അറബി വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന ആ എന്ന ഹംസ എന്ന അക്ഷരത്തിന്റെ പ്രയോഗത്തിനെ പറ്റി മനസ്സിലാക്കാനാണ്. അറബി ഭാഷയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആ എന്ന അക്ഷരമാകുന്നത് ഹഖീഖത്തിനെ തൊട്ട് തിരിക്കുമ്പോഴും മജാസിയായിട്ട് ഉപയോഗിക്കുമ്പോഴും ഒന്നാമതായിട്ട് 8 പ്രയോഗമുണ്ട്. ആ 8 പ്രയോഗങ്ങളും പ്രിയമുള്ള സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, സമമാക്കുക. തസ്വിയത്തിന്റെ മാനയ്ക്ക് വരും നഹ്വ് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. സൂറത്തുൽ മുനാഫിഖൂൻ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, സവാഉൻ അലൈഹിം, ഈ കപട വിശ്വാസികളുടെ മേൽ സമമാണ്. അസ്തഗ്ഫർത ലഹും, നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലും ഔലം തസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാതിരിക്കലും രണ്ടും സമമാണ്. അസ്തഗ്ഫർത എന്നാണുള്ളത്. അപ്പം അ എന്നുള്ള അക്ഷരം സവാഉൻ അലൈഹിം അൽ ഇസ്തിഗ്ഫാർ വാദമുഹു.
രണ്ട് വിഷയത്തിനെ സമമാക്കുന്നതിന് വേണ്ടിയിട്ട് അലിഫിനെ കൊണ്ടുവരും. ഒന്ന്. രണ്ടാമതായിട്ട് അൽ ഇൻകാറുൽ ഇബ്താലിയ, അതെ അസത്യം പറയുക, ഫലിതം പറയുന്നതിന് വേണ്ടി, തമാശ പറയുന്നതിന് വേണ്ടി, ഫലിതം പറയുന്നതിന് വേണ്ടി അതിന് ഇസ്തിഫ്ഹാം ഇൻകാറുൽ ഇബ്താലി എന്ന് പറയും. അലിഫിന്റെ പ്രയോഗമാണ്. അതായത് വഹാദാ തഖ്തലി അന്ന മാ ബഅദഹാ ഗൈറു വാഖിഇൻ വഅന്ന മുദ്ദഈഹി കാദിബുൻ. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ വായിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പ്രായോഗികമല്ല, അത് ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് വാദിക്കുന്നവർക്ക് അവർ ഭാഷയെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ചില സന്ദർഭങ്ങളിൽ ആ എന്ന അക്ഷരത്തിനെ ഇസ്തിഫ്ഹാം ഇൻകാറിൽ ഇബ്താൽ എന്ന് പറയും, ഫലിതൻ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഇസ്തിഫ്ഹാം ഇൻകാറിൽ ഇബ്താലിയെ? വഹാദ, ഈ ഹംസയ്ക്ക് ശേഷമുള്ളത് തഖ്തലി തേടുന്നു അന്ന മാ ബഅദഹാ ഗൈറു വാഖിഇൻ. ഈ ഹംസയ്ക്ക് ശേഷം പറഞ്ഞത് അത് അസംഭവ്യമാണ്. അന്ന മുദ്ദഈഹി, അങ്ങനെ ഉണ്ട് എന്ന് വാദിക്കുന്നവർ കാദിബുൻ, കളവ് പറയുന്നവരാണ്. സൂറത്തുൽ ഇസ്രാ 40-ാമത്തെ ആയത്തിൽ അഫാസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീൻ വത്തഖദ മിനൽ മലായികത്തി ഇനാസ. അഫാസ്ഫാക്കും, നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നു, റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, ബിൽ ബനീൻ, ആൺമക്കളെ നിങ്ങൾക്ക് തന്നു എന്നും, വത്തഖദ മിനൽ മലായികത്തി ഇനാസ, അല്ലാഹു തആല പെൺമക്കളെയാക്കി എന്ന് നിങ്ങൾ വാദിക്കുകയാണോ? ഇവിടെ ആ എന്ന ഹംസയാകുന്നത് ഇസ്തിഫ്ഹാം ഇൻകാറാണ്. ഈ ആ എന്ന ഹംസയ്ക്ക് ശേഷം വന്നത് അസംഭവ്യമാണ്. ആൺമക്കൾ മുഴുവനും നിങ്ങൾക്കും, മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് എന്നത് ഇല്ലാത്ത ഒരു വാർത്തയാണ്. അങ്ങനെ വാദിക്കുന്നവർ കളവ് പറയുന്നവരാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമാ, അതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് അല്ലാഹു തആല ആദ്യത്തെ പദത്തിൽ നിന്നും മനസ്സിലാക്കിയത് വീണ്ടും വ്യക്തമാക്കി തരുന്നു. ഇന്നക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ തഖൂലൂന, നിങ്ങൾ പറയുന്നു, ഖൗലൻ അദീമാ, ഭയാനകമായൊരു പറച്ചിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തേ സംഭവിച്ചത്? ഈ ഹംസയാകുന്നത് ഇസ്തിഫ്ഹാം ഇൻകാറിന്റെ മാനയ്ക്കാണ്. അത് ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞത് സമപ്പെടുത്തുക എന്ന അർത്ഥത്തിനാണ്. ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കും. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. വമിൻ ജിഹത്തി ഇഫാദത്തി ഹാദിഹിൽ ഹംസത്തി നഫിയ മാ ബഅദഹാ, ഈ ഹംസയ്ക്ക് ശേഷം വന്നത് ഇല്ല എന്ന നെഗറ്റീവ് എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുമ്പോൾ ലസിമ സുബൂത്തുഹു ഇൻ കാന മൻഫിയൻ, ഇല്ല എന്ന പദത്തിന്റെ മേൽ വീണ്ടും ഈ ഹംസ പ്രവേശിക്കുമ്പോൾ ഇല്ലാതില്ല. അർത്ഥം എന്താണ്? ഇല്ലാതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉണ്ട് എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കും. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. സൂറത്തു സുമറിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ലൈസല്ലാഹു, അല്ലാഹു അല്ല, ബികാഫിൻ അബ്ദഹു, അവന്റെ അടിമയ്ക്ക് മതിയാകാത്തവനാണ്. അവ അവന്റെ അടിമയ്ക്ക് മതിയാകാത്തവൻ ആണ് എന്ന സ്ഥലത്ത് വീണ്ടും ഹംസയും കൂടി വന്നപ്പോൾ ഇല്ലാതെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മതിയാകാതെ ഇല്ലാതായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മതിയായവനാണ്. രണ്ട് ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ മൻഫിയായ, അതേ നെഗറ്റീവിന്റെ മേൽ അറിയിക്കുന്നതായ ഇല്ല എന്ന അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന കലാമിൽ ഹംസ പ്രവേശിച്ചപ്പോൾ അർത്ഥത്തിന് വേറൊരു പ്രത്യേകതയായി. അതിൽപ്പെട്ടതാണ് അലം നശ്റഹ് ലക സദ്റക, നബിയെ തങ്ങൾക്ക് തങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലമാക്കാതിരുന്നിട്ടുണ്ടോ? തങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലമാക്കാതെ ഇരുന്നിട്ട് ഉണ്ടോ? അവൻ തങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലമാക്കി തന്നത് ഹംസയുടെ മറ്റൊരു പ്രയോഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹംസ തസ്വിയത്തിന് വേണ്ടിയിട്ട് വരും, ഹംസ ഇൻകാറിന് വേണ്ടി വരും, സമപ്പെടുത്തുക എന്ന അർത്ഥത്തിന്റെ മേൽ വരും. അതോടൊപ്പം തന്നെ ശേഷം പറഞ്ഞതിനെ നഫീ ചെയ്യുന്ന അർത്ഥത്തിന് വേണ്ടി വരും. മൂന്നാമതായിട്ട് ഈ ഹംസയാകുന്നതൽ ഇൻകാർ തൗബീഹിയായിട്ട് വരും, കുറ്റപ്പെടുത്തുക, അധിക്ഷേപിക്കുക എന്ന അർത്ഥത്തിന്റെ മേൽ ഹംസ വരും. നമ്മുടെ ചർച്ച വെറും ആയെപ്പറ്റിയിട്ടുള്ള ചർച്ചയാണ്. ഹംസ ചിലപ്പോൾ ഇസ്തിഫ്ഹാം ഇൻകാർ തൗബീഹിയായിട്ട് വരും. അറബി വ്യാകരണ പ്രകാരം
ഈ കുറ്റപ്പെടുത്തുക എന്ന അർത്ഥത്തിന് വരുമ്പോൾ ഫയഖ്തളി അന്ന മാ ബഅദഹ, ഈ ഹംസയ്ക്ക് ശേഷമുള്ളതാകുന്നത് ഹംസയ്ക്ക് ശേഷമുള്ളത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വഅന്ന ഫാഇലഹു മലൂമുൻ, ഹംസയ്ക്ക് ശേഷം പറഞ്ഞത് സംഭവിച്ച വിഷയമാണ്, പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ ആക്ഷേപിക്കപ്പെട്ടവരാണ്. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നു അതഅബ്ദൂന മാ തൻഹിതൂൻ. ഇവിടെ അറബി ഒഴിവാക്കിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ഈ അർത്ഥം കിട്ടൂല. അതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ, മാ തൻഹിതൂൻ, നിങ്ങൾ കൈകൊണ്ട് തുരന്നുണ്ടാക്കിയതായ പാറക്കല്ലുകൾ, നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതായ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ എന്ന ഈ ഹംസയുടെ പ്രയോഗം എന്താണ്? നിങ്ങൾ ആരാധിക്കുന്ന അത് ശരിയല്ല, കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ഈ ഹംസ നേരത്തെ പറഞ്ഞ ഹംസ പോലെയല്ല. നേരത്തെ പറഞ്ഞ ഹംസയ്ക്ക് ശേഷമുള്ളത് സംഭവിക്കുകയില്ല. ഈ പറഞ്ഞതായ ഹംസയ്ക്ക് ശേഷമുള്ളത് എന്താണ്? സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല, കുറ്റപ്പെടുത്തുക. സൂറത്ത് ശുഅറാ 165 ആയത്തിൽ അതേ ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്ന തഅത്തൂന, നിങ്ങൾ സമീപിക്കുകയാണോ, അദ്ദുക്റാന, നിങ്ങളുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുകയാണോ, മിനൽ ആലമീൻ. ഈ അറബി ഭാഷയുടെ പ്രയോഗം മനസ്സിലാകാത്തവർ പറയും ഖുർആനിൽ എന്താണ് പുരുഷന്മാരെ സമീപിക്കാം എന്നും ഖുർആനിലുണ്ടെന്ന് മനസ്സിലാക്കി. ഇവിടെ എന്തേ പറഞ്ഞത്? ഇത് ആക്ഷേപിക്കുകയാണ്, ഇസ്തിഫാം ഇൻകാര തൗബീഹിയാണ്, കുറ്റപ്പെടുത്തുകയാണ്. എന്തേ നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതായ സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്യുകയാണോ? നാലാമത്തെ പ്രയോഗം ഇസ്തിഫ്ഹാമു തക്രീറിന് വേണ്ടിയിട്ട് വരും, സമ്മതിപ്പിക്കുക. മഅനാഹു ഹംദുക്കൽ മുഹാത്തബാരൽ ഇഖ്റാരി, അതേ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി ഹംസയെ കൊണ്ടുവരുന്നതാണ്. വൽ ഇഅ്തിറാഫ് ബി അംരിൻ ഖദ് ഇസ്തഖറ ഇൻദഹു സുബൂതുഹു ഔ നഫീഹി വയജിബു അൻ യലിഹ അശ്ശൈഉ അല്ലദി തക്രീറുഹു ബിഹി, അതേ ഒരു വിഷയത്തിനെ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി അൻത ഫഅൽത ഹാദാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ ആക്ഷേപിക്കുന്നതായിട്ട് അവർക്ക് അഭിപ്രായം റിപ്പോർട്ട് കിട്ടി. വിഗ്രഹങ്ങളെല്ലാം തച്ച് തകർത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അന്ത, നിങ്ങളാണോ, ഫഅൽത ഹാദാ, ഇതിനെ പ്രവർത്തിച്ചത് നിങ്ങളാണോ എന്ന് സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി ബി അൻ യകുനു ഖദ് അലിമു അന്നഹുൽ ഫാഇൽ, ഇത് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് അവർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്താക്കുന്നുണ്ട്, നിങ്ങളാണോ ഇത് പ്രവർത്തിച്ചത് എന്ന ആശയത്തിൽ. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽ ബഖറ സൂറത്തിൽ ഇസ്തിഫ്ഹാമു തക്രീറിന്റെ മറ്റൊരു രൂപമാണ് അലം തഅലം, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ സമ്മതിക്കുന്നു. അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. നാലാമത്തെ പ്രയോഗം. സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അഞ്ചാമത്തത് തഹക്കുമെന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്തിഫ്ഹാമിനെ കൊണ്ടുവരും, പരിഹസിക്കുക. അസ്സലാത്തുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉന. ഷുഐബ് നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത ചോദിക്കുന്നു, യാ ഷുഐബ് നബിയെ, അസ്സലാത്തുക, നിങ്ങളുടെ നിസ്കാരമാണോ, തഅമുറുക, നിങ്ങളോട് കൽപ്പിക്കുന്നത്, അൻ നത്റുക, ഞങ്ങൾ ഒഴിവാക്കണമെന്ന്, മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാമഹന്മാര് ആരാധിച്ചു പോന്ന വിഗ്രഹങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി നിങ്ങളെ നിസ്കാരമാണോ നിങ്ങളോട് കൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ഇസ്തിഫാമിൻ അസ്സലാത്തുക എന്ന സ്ഥലത്തുള്ള ഹംസ പരിഹാസത്തിന് വേണ്ടി ഈ പറഞ്ഞതായ ഓരോ പ്രയോഗത്തിനും സമയക്കുറവ് കൊണ്ടാണ് അറബി സാഹിത്യകാരന്മാർ ഉപയോഗിച്ചതായ കവിതകളിൽ നിന്നുള്ളതായ ഓരോ പദങ്ങൾ തന്നെ, ഓരോ ബൈത്തുകൾ തന്നെ നമുക്ക് പാടാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങളും ആ അർത്ഥത്തിനോട് യോജിച്ചു കൊണ്ടിട്ട് അറബി സാഹിത്യകാരന്മാർ ഉപയോഗിച്ചതായ പ്രയോഗങ്ങളിൽ കൂടെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ ഖുർആൻ ഇത് കാലോചിതമല്ല, ഇത് മനുഷ്യന് നിരക്കാത്തതായ മനുഷ്യത്വപരമായതല്ല, നാഗരികതയല്ല എന്ന് നിങ്ങൾ അറബി സാഹിത്യകാരന്മാരുടെ കവിതകളും കൂടി പാടിക്കൊണ്ടിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറാമത്തെ പ്രയോഗം അൽ അംർ, കൽപ്പനയുടെ അർത്ഥത്തിനും വരുന്നതാണ്. അസ്ലംതും ഫൈൻ അസ്ലമു ഫഖദ് ഇഹ്തദൗ എന്നുള്ള സ്ഥലത്ത് അസ്ലംതും എന്നതിന്റെ അർത്ഥമാകുന്നത് നിങ്ങൾ മുസ്ലിമായിക്കൊള്ളേൻ. ഏഴാമത്തെ അർത്ഥം തഅജ്ജബ്, അത്ഭുതപ്പെടുത്തുന്നതിന് വേണ്ടി ഹംസ വരുന്നതാണ്. അലം തറ, നിങ്ങൾ കാണുന്നില്ലയോ,
നബിയെ തങ്ങൾ കാണുന്നില്ലയോ ഇലാ റബ്ബിക, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അവൻ്റെ കഴിവിലേക്ക് കൈഫ മദ്ദല്ലില്ല, നിഴലിനെ എപ്രകാരമാണ് അവൻ ദീർഘിപ്പിച്ചതെന്ന്. എട്ടാമത്തതൽ ഇസ്തിബ്താ, താമസിക്കലിനെ തേടുകാലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശുദ്ധ ഖുർആനിൽ ആ എന്നതായ അക്ഷരം അറബി വ്യാകരണ പ്രകാരം അത് ഹഖീഖത്തിന്റെ മാനയ്ക്ക് വരും, യഥാർത്ഥ മാനയ്ക്ക് വരും. ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുക, മനസ്സിലാക്കുക എന്ന മാനയ്ക്ക് വരും. മനസ്സിലാക്കൽ അല്ലാത്ത മാനയ്ക്ക് വരും. ഈ മനസ്സിലാക്കൽ അല്ലാത്ത മാനയ്ക്ക് തന്നെ 8 പ്രയോഗങ്ങളുണ്ട്. ഈ 8 പ്രയോഗങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റാ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നജ്മിലെ 19-ാമത്തെ ആയത്ത്, ഈ ഹംസ ഈ പറയപ്പെട്ടതായ അർത്ഥത്തിനൊക്കെ വരുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രിയമുള്ള സഹോദരങ്ങളെ, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന പദത്തിന് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്ന അർത്ഥവും കൂടി പറഞ്ഞുകൊണ്ട് അല്പം സമയം കൂടുതലാക്കിയാലും ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത കുറേ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വെറും മലയാള പരിഭാഷ മാത്രം പഠിച്ചുകൊണ്ടിട്ടൊരു സഹോദരൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 3 പെൺമക്കളുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ സഹോദരങ്ങളും ഈ ആയത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അറബി ഭാഷയുടെ ഈ വ്യാകരണത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ഇമാമിങ്ങൾ അർത്ഥം പറയട്ടെ. ഖാല അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ലമ്മാ ഖസ്സല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചപ്പോൾ ഹാദിഹിൽ അഖ്വാസൈസ്, സൂറത്തുൻ നജ്മിലെ 19 മുമ്പുള്ളതായ ആയത്തുകളിലുള്ളതായ അല്ലാഹു തആലയുടെ ഖുദ്റത്ത്, അവൻ്റെ ശക്തിയെ സംബന്ധിച്ച് വിവരിച്ചതിന് ശേഷം ഖാലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്. അല്ലാഹ് മുശ്രിക്കീങ്ങളോട് പറഞ്ഞതാണ് അഫറഅയ്തും എന്ന് പറഞ്ഞാൽ അഖ്ബിറൂന, നിങ്ങൾ പറഞ്ഞു തരിക, അൻ ഹാദിഹിൽ ആലിഹ, ഈ പറയപ്പെട്ട ലാത്ത ഉസ്സ മനാത്ത ഇവകളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരിക. അല്ലത്തി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു പോരുന്ന ലാത്തയെപ്പറ്റിയും ഉസ്സയെപ്പറ്റിയും മറ്റേ സാധനമാകുന്ന മനാത്തയെപ്പറ്റിയും നിങ്ങൾ പറഞ്ഞു തരിക. ഹല്ലഹാ മിൻ ഹാദിഹിൽ ഖുദ്റത്തി, അതാണ് ബന്ധിപ്പിച്ചത്. ആ എന്ന അക്ഷരത്തിൻ്റെയും ഫ എന്ന അക്ഷരത്തിൻ്റെയും ആ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഹല്ലഹ, ഈ വിഗ്രഹങ്ങൾ കൊണ്ട് മിൻ ഹാദിഹിൽ ഖുദ്റത്തി വൽ അളമത്തി അല്ലത്തി വസഫ ബിഹാ റബ്ബുൽ ഇസ്സത്തി ഷൈഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ തുടക്കം മുതലായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ കഴിവായിട്ട് വിവരിക്കുന്നതായ എന്തെങ്കിലും ശക്തി നിങ്ങൾ ആരാധിച്ചു പോകുന്ന ലാത്ത ഉസ്സ മനാത്തയ്ക്കുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു തരിക. വമഅനാ ഫറഅയ്തും അലാമാ ദുക്ര അസ്സുആലു വൽ ഇസ്തിഫ്താ, ഈ ആയത്ത് അഫറഅയ്തും മക്കാ മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധിച്ചു പോരുന്ന വിഗ്രഹങ്ങൾക്ക് മേൽപ്പറയപ്പെട്ട വല്ല ശക്തിയുമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരണേ എന്ന്. അപ്പൊ ഈ പറഞ്ഞതായ സൗഖുൽ കലാമും ഈ ആശയം ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല. പലരും മനസ്സിലാക്കാറുള്ളത് അത് ഖുർആനിനെ എന്താണ് തേച്ച് വെളുപ്പിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് തേച്ച് വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശുദ്ധ ഖുർആന്റെ അറബി വ്യാകരണം, നിങ്ങൾ ഇതുപോലെ അറബി വ്യാകരണ ആ ശാസ്ത്രത്തിന്റെ കിതാബുകൾ എടുത്തു വെച്ചുകൊണ്ടിട്ട് നിങ്ങൾ അർത്ഥം പറയുക. ഈ പറഞ്ഞതായ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന പദത്തിന്റെ അർത്ഥമാകുന്നത് അസ്സുആലു വൽ ഇസ്തിഫ്താ. മക്ക മുശ്രിക്കീങ്ങളോട് ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ആരാധിച്ചു പോന്ന മക്ക മുശ്രിക്കീങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇതൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കാല സ്വാഹിബിൻ നളമ മഅനൽ ആയത്തി, ആയത്തിന്റെ അർത്ഥമാകുന്നത് അഫറഅയ്തും ഹാദിഹിൽ ആലിഹത്ത അല്ലത്തി തഅബുദൂനഹുന്ന, അല്ലയോ മക്ക മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ആരാധിച്ചു പോരുന്നതായ ലാത്ത ഉസ്സ മനാത്ത ഇവകൾ ഔഹൈന, ഈ വിഗ്രഹങ്ങളെങ്ങാനും ദിവ്യ സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഷൈഅൻ, എന്തിനെയെങ്കിലും, ഇലൈക്കും നിങ്ങളിലേക്ക്, കമാ ഓഹിയ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും പരിപാലകനായ ഖുൽ ഹുവല്ലാഹു അഹദ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുവൻ മാത്രമാണുള്ളത്, അല്ലാതെ ആലിഹത്ത് എന്നുള്ളത് അല്ലാഹ് എന്ന പദത്തിന്റെ ബഹുവചനമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുന്ന അറബി സാഹിത്യത്തിന്റെ ഏറ്റവും അത്യുന്നതയിൽ നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ദിവ്യ സന്ദേശമായിട്ട് അറിയിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ആരാധിക്കുന്നതായ ലാത്തയും ഉസ്സയും മനാത്തയും എന്തെങ്കിലും നിങ്ങൾക്ക് വഹി അറിയിച്ചു തന്നിട്ടുണ്ടോ? ഇതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശ്യം. അപ്പൊ രണ്ടർത്ഥമാണ് പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതായ വിഗ്രഹങ്ങൾക്ക് മേൽ പറയപ്പെട്ടതായ ശക്തിയുണ്ടോ? ഇതാണ് ആയത്തിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത്, ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് വാദിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഈ ഖുർആനിനെ നിങ്ങൾ കോതിക്കേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയുമാകുന്നത് നിങ്ങൾക്കെന്തെങ്കിലും ദിവ്യ സന്ദേശം അറിയിച്ചു തരുന്നുണ്ടോ? വത്തഖ്ദീറാനില്ലദാനി ദക്കറാഹുമാ, മുസന്നിഫ് റഹ്മഹുമുല്ലാ തഫ്സീർ അൽ ബസീത്തിൽ പറഞ്ഞതായ ഹിജറ 468 വഫാത്തായ തഫ്സീർ മഹാനാകുന്ന അതേ മുഫസ്സിറുൽ വാഹിദി തങ്ങൾ രചിച്ചതായ തഫ്സീർ അൽ വസീത്തിൽ പറയുന്നതായ ഈ ആശയത്തിനെ സംബന്ധിച്ച് അല്ലദാനി ദക്കറാഹുമാ യുസ്തദല്ലു അലൈഹിമാ, ഈ പറയപ്പെട്ടതായ രണ്ടാശയവും ബിഫഹ്വൽ കലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൻദൂക്ക് മഫ്ഹൂമ്. ആ മഫ്ഹൂമിൽ ഫഹ്വൽ കലാമുണ്ട്, ലഹ്നുൽ കലാമുണ്ട്. ഈ പറഞ്ഞ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വൽ മനാത്ത സാലിസത്തുൽ ഉഖ്റാ എന്ന ആയത്ത് കൊണ്ട് ഈ ആയത്തിന്റെ ആശയമാകുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയുള്ളത് പോലെ നിങ്ങൾ ആരാധിക്കുന്നതായ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് വഹി നൽകുന്നുണ്ടോ? മേൽ പറയപ്പെട്ടതായ എല്ലാ കുദറത്തും അല്ലാഹുവിനുള്ളതുപോലെ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്കും ഈ കുദറത്തുണ്ടോ? ഈ ആശയം എവിടെ നിന്ന് കിട്ടി? അഫറഅയ്തും എന്നുള്ളതായ ഹംസയിൽ നിന്നും അതിനുശേഷം കൊടുത്തതായ ഫായിൽ നിന്നുള്ളതായ ഫഹ്വൽ കലാമാകുന്നു. അപ്പം വിശുദ്ധ ഖുർആനിൽ മൻദൂഖിയായ അർത്ഥമുണ്ട്, മഫ്ഹൂമിയായ അർത്ഥമുണ്ട്. മഫ്ഹൂമിൽ തന്നെ ഫഹ്വൽ കലാമുണ്ട്, ലഹ്നുൽ കലാമുണ്ട്. ഈ ഫഹ്വൽ കലാം എന്ന തഫ്സീർ മുഫസ്സിർ പറഞ്ഞതായ പ്രയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണക്കാര് ഈ ക്ലാസ് ശരിക്കും മനസ്സിലാക്കുകയും അറബി ഭാഷയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുകയും അറബി ഭാഷയുടെ പ്രധാനപ്പെട്ട വ്യാകരണമാകുന്ന വ്യാകരണ ശാസ്ത്രത്തിന്റെ മഹത്വത്തിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇന്നൊരു ഹംസയുടെ വിഷയമാണ് പറഞ്ഞതെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഇതുപോലുള്ള ഓരോ അക്ഷരങ്ങളും അഫറഅയ്തും എന്നതിനെ പറ്റി തുടർന്ന് ഈ തഫ്സീറിൽ തന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന വ്യാഖ്യാനം കൂടി ഒരു 5 മിനിറ്റ് കൊണ്ട് ഇശാറത്തുൻ ഇലാ ഇബ്താരി ഖൗലിഹിം, ഈ പറഞ്ഞ അഫറഅയ്തും എന്നുള്ള ഇസ്തിഫ്ഹാമ് ഇബ്താലിന്റെ മാനയ്ക്ക് വരും, അവരുടെ വിശ്വാസത്തിനെ നിഷ്ഫലമാക്കുക. ഇലാ ഇബ്താരി ഖൗലിഹിം ബിനഫ്സിൽ ഖൗലി അന്ന ദഈഫൻ ഇദാ ഇദ്ദഅ അൽ മുൽക സുമ്മ റഔഹു അൽ ഉഖലാഉ ഫീ ആയത്തിൽ ബുഅദി അമ്മാ യദ്ദഈഹി യഖൂലൂന ഉൻദുറൂ ഇലാ ഹാദല്ലദി യദ്ദഅൽ മുൽക മുൻകിരീന അലൈഹി വൈറ മുസ്തദില്ലീന ബിദലീലിൻ ലിദുഹൂരി അംരിഹി. മുഫസ്സിരീങ്ങൾ പറയുന്നു, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കാണുന്നില്ലയോ എന്ന ആയത്തിന്റെ അർത്ഥമാകുന്നത് ഇശാറത്തുൻ, ഇതൊരു സൂചനയാണ്. ഇലാ ഇബ്താരി ഖൗലിഹിം, മക്ക മുശ്രിക്കീങ്ങളുടെ വാദത്തിന് നിഷ്ഫലമാക്കുന്നതിൽ. ഏതുപോലെ കമാ അന്ന ലഈഫൻ, ഒരു ദുർബലൻ, ഇദദ്ദഅ, അവൻ വാദിച്ചു അൽ മുൽക, ഈ കാണുന്ന പരമാധികാരം മുഴുവനും എനിക്കുള്ളതാണ് എന്നൊരു ദുർബലനായ മനുഷ്യൻ വാദിച്ചു. സുമ്മ റഔഹു, ഈ വാദവുമായിട്ട് കേട്ടു അൽ ഉഖലാ, കുറെ ചിന്തകന്മാര്,
ഫി ആയത്തിൽ ബഅദി അമ്മാ യദ്ദഇഹി, ഇവൻ പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത വിഷയമാണെന്ന് ആ ചിന്തകന്മാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഖൂലൂന, അവർ പറയും, ഉൻദുറൂ, നിങ്ങൾ നോക്കണേ, ഇലാ ഹാദാ, ഈ സാധുവിലേക്ക് നോക്കണേ, അല്ലദീ യദ്ദഅൽ മുൽക, ഒന്നിനും കഴിയാത്തവൻ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എനിക്കുള്ളതാണ് എന്ന് വാദിക്കുമ്പോൾ എങ്ങനെയുണ്ട്? അതേ പ്രയോഗമാണ്. അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, അല്ലാത്തവൽ ഉസ്സ, നിങ്ങൾ ആരാധിച്ചു പോകുന്ന ലാത്തയ്ക്കും ഉസ്സയ്ക്കും എന്തുണ്ട് എന്ന ചോദ്യത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 3 പെൺമക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത്. വീണ്ടും മറ്റു മുഫസ്സിരീങ്ങൾ പറയുന്ന അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ ഐ കമാഹുമാ ഐ ഫകൈഫ തുശ്രികൂനഹുമാ ബില്ലാഹി, ഈ പറഞ്ഞതായ ഒന്നിനും കഴിയാത്തതായ അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അതാണ് ഒരായത്തിന് അർത്ഥം വയ്ക്കുമ്പോൾ സൗഖുൽ കലാം അതിന് മുമ്പുള്ളതുമായിട്ട് എന്താണ് ബന്ധം, ആ മുമ്പുള്ളതുമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഈ ആ എന്നതായ അക്ഷരത്തിനെയും ഫ എന്ന അക്ഷരത്തിനെയും കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇത്രയും ഖുദ്റത്തുണ്ടാകുമ്പോൾ ഫകൈഫ തുശ്രികൂനഹുമാ ബില്ലാഹി, നിങ്ങൾ എങ്ങനെയാണ്, ഈ ആയത്തിന്റെ അർത്ഥം മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഈ പറയപ്പെട്ടതായ 2 വിഗ്രഹങ്ങളെയും മനാത്തയെയും നിങ്ങൾ റബ്ബിനോട് പങ്കു ചേർക്കുന്നത്? ഐ അഖ്ബിറൂന, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അൻ ഹാദിഹിൽ അശ്യാഇല്ലത്തി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഹല്ലഹാ മിനൽ ഖുദ്റത്തി വൽ അളമത്തില്ലത്തി ഉസിഫ ബിഹാ റബ്ബുൽ ഇസ്സ, അള്ളാഹുവിനെ വർണ്ണിച്ചതായ സൂറത്തുൻ നജ്മിലെ 19ാമത്തെ ആയത്തിന് മുമ്പ് പറഞ്ഞതായ ഖുദ്റത്ത് മുഴുവനും നിങ്ങളുടെ വിഗ്രഹത്തിനുണ്ടോ? ഇതാണ് ചോദ്യം. ആ ഹംസയെ പറ്റി സാധുവിന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആരോ അറബി പരിഭാഷ മാത്രം വായിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിന് 3 പെൺമക്കളുണ്ട്, ആ പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു ഉളുപ്പും കൂടാതെ ഓൺലൈനിൽ വന്നുകൊണ്ടിട്ട് പാവപ്പെട്ട വിഷയം അറിയാത്തവരെയും വിശുദ്ധ ഖുർആനിനെയും ആ ഖുർആന്റെ ഇജാസിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരനോടും അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളോടും വിശുദ്ധ ഖുർആനെ വിമർശിക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ നിങ്ങൾ വിമർശിച്ചോളേൻ. ഞങ്ങൾ പറയുന്നു, വിമർശനാബുദ്ധിയാ, നിങ്ങൾ വിമർശിക്കണം, നിങ്ങൾ പഠിക്കണം. പക്ഷേ ഖുർആന്റെ ഹഖീഖത്ത്, ഖുർആന്റെ മാഹിയത്ത്, ഖുർആന്റെ ഹുവിയത്ത് എന്താണ്, ഖുർആൻ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഖുർആന്റെ ഭാഷയാകുന്ന അറബി ഭാഷ എന്താണ്, അതിൻ്റെ സാഹിത്യം എന്താണ്, അതിൻ്റെ പ്രയോഗം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വൽ മനാത്ത സാലിസത്തൽ ഉഖ്റാ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിനെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.